Thank you so much for the kind introductions. We are thinking of having the panel in a very informal way and in a bilingual fashion. So, ഈ ഒരു പാനൽ സമകാലീന സംസ്കാരവും കലയും എന്നുള്ള ഒരു ആശയം ഇവിടെ അവതരിപ്പിക്കാൻ അവസരം നൽകിയ ഓർഗനൈസേഴ്സ് കോട്ടക്കകം റെസിഡൻസ് അസോസിയേഷന് നന്ദി പറയുന്നു. അതുപോലെ പ്രദീപ്, I thank them wholeheartedly. അതേപോലെ തന്നെ ഈ ഒരു പാനലിൻ്റെ ഒരു ഫ്ലോ, there is a curatorial vision in that, starting with പെപ്പിത്ത സെയ്ത്ത്. പെപ്പിത്ത സെയ്ത്തിൽ നിന്ന് ഈ ഒരു പാനലിലേക്ക് ചില കണ്ടിന്യൂറ്റീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി തന്നെയാണ്, ഫോട്ടോഗ്രാഫി ആസ് എൻ ആർട്ട് ഫോം. ആൻഡ് വിവേക് വിലാസിനിയുടെ ആർട്ടിസ്റ്റിക് പ്രാക്ടീസിലെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സിനകത്ത് കഥകളിയുടെ ഒരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ ജയറാം സാറാണെങ്കിൽ ആർട്ട് റൈറ്റിംഗ്, ഇപ്പോൾ പെപ്പിത്തയുടെ ബുക്കിനകത്ത് ആർട്ട് റൈറ്റിംഗ് ആണ്, തെയ്യത്തിനെ കുറിച്ചുള്ള ആർട്ട് റൈറ്റിംഗ്. അതുപോലെ ജയറാം സാറിൻ്റെ ഒരു ബുക്ക് സമകാലീന സൗന്ദര്യശാസ്ത്രം എന്ന് DC ബുക്സ് പബ്ലിഷ് ചെയ്ത ഒരു ബുക്ക്, ആർട്ട് എസ്തെറ്റിക് തിയറിയിൽ മലയാളത്തിലുള്ള ഒരേ ഒരു ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മളുടെ കൊച്ചിയിലെ കലാചരിത്രത്തിലെ 2 അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. ജയറാം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലാപീഠത്തിലെ സ്ഥാപകരായ കലാകാരന്മാരിൽ ഒരാളാണ്. അതേപോലെ വിവേക് വിലാസിനി ഫസ്റ്റ് എഡിഷൻ ഓഫ് കൊച്ചി മുസ്ലിംസ് ബിനാലയിൽ പങ്കെടുത്ത ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു കലാചരിത്രത്തിനെ കുറിച്ച്, കൊച്ചിയുടെ കലാചരിത്രവും ഇവരുടെ ഒരു ബയോഗ്രഫി, ഇവരുടെ ആർട്ടിസ്റ്റിക് ജേണി, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് വി ക്യാൻ ഓപ്പൺ അപ്പ് ടു ലാർജർ ഡയമെൻഷൻസ് ഓഫ് ആർട്ട് തിയറി ആൻഡ് കൾച്ചർ ആൻഡ് കണ്ടംപററി ആർട്ട്. അപ്പോൾ ജയറാം സാറിൻ്റെ ഒരു കൊച്ചിയിലെ ഒരു കലാ ജീവിതം എന്ന് പറയുന്നതും, ഇപ്പോൾ തേവരക്കുളയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകനായി ജോയിൻ ചെയ്തു. നീണ്ട 55 വർഷത്തെ, അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ 55 വർഷം തേവരക്കുളത്തിന് ശേഷം അമൃത യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിപ്പിച്ചു വരികയാണ്. അതിന് കൺകറൻ്റ്ലി കലാപീഠത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ആസ് എ ട്രസ്റ്റി, ആസ് എ ഫൗണ്ടർ, ആ ഒരു ജേർണിയെക്കുറിച്ച് ഒന്ന് പറയാമോ സർ? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് 1971 തേവര കോളേജിൽ ജോയിൻ ചെയ്യുന്നത് 74 74 തന്നെ തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറിയിൽ നടന്ന ഒരു ചടങ്ങിൽ എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുകയും ദേവൻ മാഷ് അവിടെ ഉണ്ടായിരുന്നു. ദേവൻ മാഷായിരുന്നു അതിൽ പ്രിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ദേവൻ മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജയറാം, എറണാകുളത്ത് ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, ജയറാം അവിടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് തന്നെ, ഞാൻ അന്ന് കലാപീഠം ഈ സ്ഥലത്തല്ല, ഇപ്പോഴുള്ള സ്ഥലത്തല്ല വർക്ക് ചെയ്തിരുന്നത്, കേരള സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് വളഞ്ഞമ്പലത്തായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്, കലാകാരനെ, അന്ന് അവിടെ സ്റ്റുഡൻ്റാണ്, കലാകാരനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേവമാഷോട് പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദേവമാഷാണ് അവിടെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ കലാപീഠത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 3-4 വർഷം അങ്ങനെ കലാപീഠത്തിൽ നിരന്തരം എക്സിബിഷൻസൊക്കെ കാണാൻ പോകുമായിരുന്നു തേവര ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ കലാധരൻ എവിടെ നിന്നെങ്കിലും നല്ല സിനിമയൊക്കെ കിട്ടുകയാണെങ്കിൽ, പൂനെ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ, ഞങ്ങൾ കുറച്ച് ഒരു പൈസയൊക്കെ കളക്ട് ചെയ്ത് ഒരു പ്രൊജക്ടറൊക്കെ സംഘടിപ്പിച്ച് അവിടെ കലാപീഠത്തിൽ തന്നെ നമ്മൾ സ്ക്രീനിങ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പാരലായിട്ട് തന്നെ കൊച്ചിൻ ഫിലിം സൊസൈറ്റിയും വളർന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇങ്ങനെ എനിക്കിങ്ങനെ കുറച്ചും കൂടി ഗൗരവതരമായിട്ട് കലയെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കലാപീഠത്തിൽ ജോയിൻ ചെയ്യുന്നു. അതിന് ശേഷമാണ് വാസ്തവത്തിൽ വളരെ സീരിയസ് ആയിട്ട് കലയെ കാണാനും കലയെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനുമൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ ആ കാലത്ത് കലാപീഠം എന്ന് പറയുന്നൊരു 80-കൾ 70-കളുടെ പകുതി മുതൽ 80-90-കളുടെ അവസാനം വരെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് കലാപീഠം തന്നെയായിരുന്നു. അപ്പോൾ ദേവമാഷ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നു, CN കരുണാകരൻ അവിടെ ഉണ്ടായിരുന്നു അധ്യാപകനായിട്ട്, KP സോമൻ ഉണ്ടായിരുന്നു, കാനായി കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു, രാജപ്പൻ ഉണ്ടായിരുന്നു. ഒരുമാതിരി കേരളത്തിൽ അറിയപ്പെടുന്ന മിക്ക കലാകാരന്മാരും, അവരിൽ നല്ലൊരു ശതമാനം KCS പണിക്കരുടെ ശിഷ്യന്മാരുമായിരുന്നു. മദ്രാസ് സ്കൂൾ ഓഫ് ആർട്സിൽ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന KCS പണിക്കരുടെ ഡയറക്റ്റായിട്ടുള്ള ശിഷ്യന്മാരുമായിരുന്നു. നമ്പൂതിരി വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവിടെ വളരെ ജൂനിയറായിട്ട് അവരുടെ കൂടെ
വർക്ക് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ കലാപ്രവർത്തനങ്ങൾ നടത്തുകയും അങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ ഈ സ്കൾപ്ചർ മേഖലയും പെയിൻറ്റിങ്ങിലേക്കൊക്കെ വന്നത്. അപ്പോൾ ആ സമയത്ത് കലാപീഠത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു തരത്തിലുള്ളൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റീസൊക്കെ നടന്നിരുന്നൊരു കാലമാണ്. അത് ചിത്രകലയെ ബന്ധിച്ച് മാത്രമല്ല, സംഗീതത്തിലുള്ള പ്രഗത്ഭന്മാർ അവിടെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്, സിനിമാക്കാർ അവിടെ വന്നിട്ട്. ഫോർ എക്സാമ്പിൾ അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ കലാപീഠം ട്രസ്റ്റി മെമ്പറാണ്, അരവിന്ദൻ ട്രസ്റ്റി മെമ്പറാണ്. അരവിന്ദൻ്റെ സിനിമകൾക്കൊക്കെ വേണ്ടി പോസ്റ്റർ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, പോസ്റ്റർ വുഡ് കട്ടായിട്ട് നമ്മൾ കലാപീഠത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് CN ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഫെർട്ടൈലായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കലാപീഠവുമായിട്ട് സംഗീതത്തിൽ റെക്സൈസൊക്കെ അവിടെ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ത്രൂ റെക്സൈസക്സാണ് ഞാൻ വയലിൻ പഠിക്കാനുള്ള സാഹചര്യം കിട്ടുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു കലയുടെ ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് കലാപീഠം വർക്ക് ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ് ഹിരോഷി മിക്കാമി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ജാപ്പനീസ് സ്കൾപ്റ്റർ കേരളത്തിലേക്ക് വരികയും കലാകാരനെ കണ്ട് സംസാരിക്കുകയും നമുക്കൊരു ഇൻ്റർനാഷണൽ സ്കൾപ്ചർ ക്യാമ്പ് നടത്തണം, സ്കൾപ്ചർ സിമ്പോസിയം നടത്തണം എന്ന് പറഞ്ഞ് കലാകാരൻ്റെ നേതൃത്വത്തിൽ കലാപീഠവും കൊച്ചിൻ കോർപ്പറേഷൻ, അന്നത്തെ സോഹനായിരുന്നു മേയർ, കൊച്ചിൻ കോർപ്പറേഷനും കൂടെ ചേർന്ന് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കലാപ്രവർത്തനം എന്ന് പറയുന്നതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്കിന്നും രാജേന്ദ്ര മൈതാനിൽ കാണാൻ സാധിക്കും. അന്ന് ഞങ്ങളൊരു സ്കൾപ്ചർ സിമ്പോസിയം നടത്തി. അന്ന് ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. ആ സ്കൾപ്ചറുകളെല്ലാം ഇന്ന് മൈതാനത്തുണ്ട്. എല്ലാം നമ്മുടെ കുട്ടികൾ ഇപ്പം ഇന്നത്തെ ജനറേഷൻ മുഴുവൻ അതിൽ കയറി കളിച്ച് വളർന്ന ആൾക്കാരാണ്. അതിൻ്റെ ഒരു തമാശ, ഈ സ്ലൈഡ്സ് ഞങ്ങളതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട്. ആ ഡോക്യുമെൻ്ററിക്ക് കാരണക്കാരനായ നന്ദൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. കുട്ടികളെ കൊണ്ടുപോയിട്ട് അതിനെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അതൊരു 25-30 വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം കൊച്ചി അവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ, എറണാകുളത്ത് ജനിച്ചു വളർന്ന ആൾക്കാർക്ക് പോലും ഈ സ്കൾപ്ചറുകളുടെ ഒരു ചരിത്രം അറിയില്ല. വാസ്തു എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഹിരോഷി മിക്കാമി അന്ന് അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു സ്കൾപ്ചറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്ര ഗംഭീരമായൊരു സ്കൾപ്ചർ ക്യാമ്പ് അവിടെ നടന്നു. അതിൻ്റെ ആ പ്രൂഫ് അവിടെയുണ്ട്. അതിൽ 1-2 വർക്കുകൾ ജനം തല്ലി തകർത്തു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു സർബരി റോയ് ചൗധരിയുടെ ഒരു ശില്പം ഉണ്ടായിരുന്നു. ഒക്കെ പ്രസിദ്ധരായ കലാകാരന്മാരാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഒരു എന്താ പറയുക, ഇങ്ങനെ തൊട്ടു നിൽക്കുന്ന രീതിയിൽ ഒരു സ്കൾപ്ചർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം എത്ര പേര് സ്കൾപ്ചറുകൾ കണ്ടിട്ട് അതിൻ്റെ ചരിത്രം അറിയാമെന്ന് എനിക്കറിയില്ല. കൊച്ചിയുടെ കലാചരിത്രത്തിൽ എന്നും, കേരളത്തിൻ്റെ കലാചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു അന്താരാഷ്ട്ര കലാ ക്യാമ്പ് തന്നെയായിരുന്നു വാസ്തുവിൽ അന്താരാഷ്ട്ര സ്കൾപ്ചർ സിമ്പോസിയം എന്ന് പറയുന്നത്. ഞങ്ങളുടെ കലാപീഠത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കീ സ്റ്റോൺ ആയിട്ടുള്ളത് ആ ഒരു അന്താരാഷ്ട്ര സ്കൾപ്ചർ സിമ്പോസിയം തന്നെയാണ്. അതിനുശേഷം നിരവധി ഫിലിം ഷോസ് നടത്തിയിട്ടുണ്ട്, പരിപാടി നടത്തി, എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ആ ഒരു സൗഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ എന്ന് പറയും. താങ്ക് യു ജയറാം സർ. കൊച്ചി ബിനാലയ്ക്ക് മുമ്പ് കൊച്ചിയിൽ കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊമെൻറ്റ്സാണ് ജയറാം സർ നമ്മളായിട്ട് പങ്കുവച്ചത്. ഇനി വിവേക് വിലാസിനിയായിട്ട് വരികയാണെങ്കിൽ, ഫസ്റ്റ് എഡിഷൻ ഓഫ് കൊച്ചി ബിനാലയിലെ വൺ ഓഫ് ദ ഫ്യൂ മലയാളി ആർട്ടിസ്റ്റ്. 100ഓളം കലാകാരന്മാരുണ്ടായിരുന്നത് വളരെ അപൂർവം മലയാളി കലാകാരന്മാരിൽ ഒരാൾ. പക്ഷേ വിവേക് വിലാസിനിയുടെ ആർട്ടിസ്റ്റിക് ജേണി അതിന് വളരെ മുമ്പ് ഷാർജ ബിനാലെ, അത് കൊച്ചി ബിനാലെ അല്ല ആദ്യമായിട്ട് വിവേക് വിലാസിനി എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ബിനാലെ. ഷാർജ ബിനാലെ പല എഡിഷൻസിൽ അതിന് മുമ്പ് പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിക് ജേണി ഫ്രം ഷാർജ ബിനാലെ ടു കൊച്ചി ബിനാലെ വളരെ ബ്രീഫായിട്ട് വന്നത്. ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഷാർജ ബിനാലയിൽ ഞാൻ 94 തൊട്ട് 99 വരെ UAE-ലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ പല എക്സിബിഷൻസും ചെയ്തിരുന്നു. അതിപ്പോൾ ലൈക്ക് ഐ എം sort of part of the UAE art history. In fact, there is a show going on in Seoul right now of 3 generations of UAE artists.
അപ്പോൾ എന്നെ അതിൽ ഫസ്റ്റ് ജനറേഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് ലൈക്ക് ക്വൈറ്റ് ആൻ ഓണർ. അപ്പോൾ അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തു. അപ്പോൾ ഈ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്തു. അങ്ങനെയാണ് ബിനാലയിൽ സെലക്ഷൻ കിട്ടിയത് 97 ആദ്യം. പിന്നെ 99 ഒരു ക്രിട്ടിക്സ് അവാർഡൊക്കെ കിട്ടിയ ബിനാലെ കാണിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. 2 ബിനാലെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു പ്രാക്ടീസിൽ ചെറുതായിട്ട് ഹ്യൂമറും പൊളിറ്റിക്സും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് പറ്റിയൊരു അന്തരീക്ഷം ആയിരുന്നില്ല അന്ന്. അപ്പോൾ അത് കാരണം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നാട്ടിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഈ ഫോട്ടോഗ്രാഫി ഞാൻ ആക്ച്വലി തിരഞ്ഞെടുത്തൊരു മീഡിയ അല്ല. ലൈക്ക് ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നതാണ്. അതെൻ്റെ ഒരു വാശിപ്പുറത്ത് വന്നതാണ്. അത് ഒരു ഗാലറി ആയിട്ടൊരു ചെറിയൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. അവരുടെ ശില്പങ്ങളും പെയിൻറ്റിങ്ങും ഒക്കെ ഒരു 5 കൊല്ലത്തേക്ക് ഡീൽ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ എക്സിബിഷനിൽ തന്നെ അവർ നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അന്ന് ഈ വർക്ക് ചെയ്യുന്നത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഫോട്ടോഗ്രാഫിയിൽ എൻ്റെ ക്രിയേറ്റിവിറ്റി നോക്കാമോ. അങ്ങനെ അതാണ് ലൈക്ക് UAE വെച്ചിട്ടും ഇത് വെച്ചിട്ട് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തിരുന്നത്. അത് കാരണം ഐ കുഡ് ഈസിലി മേക്ക് ദറ്റ് ഷിഫ്റ്റ്. പക്ഷെ അത് ചെയ്തത് വളരെ നന്നായി. ആ സമയത്ത് ഫോട്ടോഗ്രാഫി അതിൻ്റെ ഒരു ഏർലി സ്റ്റേജസിലായിരുന്നു ഇന്ത്യയിൽ. ഐ മീൻ ശരിക്കും ഒരു ആർട്ട് ഫോമായിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആ ഒരു സമയത്തായതുകൊണ്ട് അത് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഐ മീൻ ലൈക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടി. പക്ഷെ എൻ്റെയും ബിഗിനിങ് കലാപീഠത്തിൽ നിന്ന് തന്നെയായിരുന്നു. റൂഡി മ്യൂസീഷ്യനാണ്, ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. റൂഡി ഞാനൊക്കെ കൂടി കലാപീഠത്തിൽ പോയിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ അതിങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ഒന്നാമത് ഈ ദേവമാഷും അടൂരൊക്കെ കാണുമ്പോൾ, നമ്പൂരിയൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പെരുമാറാമെന്ന് അറിയണ്ടായിരുന്നില്ല. അത് കാരണം വി യൂസ് ടു ജസ്റ്റ് സ്റ്റാൻഡ് അലൂഫ് ആൻഡ് ലുക്ക് അറ്റ് ഓൾ ദിസ് ഗ്രേറ്റ് പീപ്പിൾ. പിന്നെയും കുറച്ചും കൂടി നമ്മളടുത്ത് സംസാരിക്കുക ജയറാം മാഷൊക്കെയാണ്. ലൈക്ക് കലാധരനും ജയറാം മാഷാണ് സംസാരിക്കുന്നത്. ആൻഡ് പിന്നീടാണ് കലാധരൻ ചില പഴയ ഫോട്ടോഗ്രാഫി നോക്കിയിട്ട് പറയും, നിങ്ങൾ 86 അവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞു കലാധരൻ്റെ ചില പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യ പെർഫോമൻസ് ആർട്ടിസ്റ്റൊക്കെ ആയതിലുള്ള കലാധരനായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് നോട്ട് വെരി വെൽ ആർട്ടിക്കുലേറ്റഡ്. കലാധരൻ വാസ് ക്വൈറ്റ് എ നാച്ചുറൽ. ആള് സ്വന്തമായിട്ടാണ് ഇതിലേക്കൊക്കെ എത്തിയത്, ആളുടെ ഓരോ ഇത്. അപ്പം അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള കലാധരനും കഴിഞ്ഞില്ല. കലാധരൻ വാസ് ഡൂയിങ് ഇറ്റ് ഫ്രം ഒരു ഇന്നർ നീഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. അത് ആക്ച്വലി ഇപ്രാവശ്യം പെർഫോമൻസാണ് ബിനാലയിലത്തെ മെയിൻ ഇത്. കലാധരനൊരു പയനിയറാന്നുള്ളത് അടയാളപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എനിവേ, അപ്പോൾ കലാപീഠം ഒരു ഇൻക്രെഡിബിൾ സ്പേസ് ആയിരുന്നു. നമുക്ക് കൂടുതലും വണ്ടറടിക്കാനാണ് അവിടെ പോവുക. ലൈക്ക് അമേസിങ് ആർട്ടിസ്റ്റ് ആൻഡ് ലൈക്ക് ദ ടോക്സ്. ഈ ദേവമാഷിൻ്റെ അടുത്തൊക്കെ ഐ മീൻ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഐ മീൻ കലാപീഠം വാസ് ലൈക്ക് എ സെൻറ്റർ ഓഫ് ലൈക്ക് വട്ട് പുഷ്. ലൈക്ക് ഈ ബോസ് കൃഷ്ണമാചാരി ആണെങ്കിലും NN റിംസൺ ആണെങ്കിലും എല്ലാവരും കലാപീഠത്തിൽ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്പേസ് ഇനി റീജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. ബിക്കോസ് കലാപീഠം ഇസ് എ ബിറ്റ് സൈലന്റ് ദീസ് ഡേയ്സ്, അല്ലേ? കലാപീഠം പ്രവർത്തിച്ചിരുന്നത് കലാധരൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ്. ദേവമാഷും MKK നായരെല്ലാം കൂടി ഇങ്ങനൊരു കലാകേന്ദ്രത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്തപ്പോൾ കലാധരൻ്റെ അച്ഛനാണ് ഈ സ്ഥലം ഞങ്ങൾ തരാം, വേണമെങ്കിൽ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ ആ സ്ഥലം കലാധരൻ്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ വളരെക്കാലം കലാപീഠം എന്നുള്ള രീതിയിൽ അത് നടക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കലാധരൻ്റെ വിവാഹാലോചനയൊക്കെ വന്നപ്പോൾ ദേവൻ മാഷാണ് പറഞ്ഞത്, കലാധരൻ ഇത് ആപത്താണ്, കലാധരൻ്റെ വീടാണിത്. പക്ഷേ ആൾക്കാരുടെ ധാരണയിൽ ഇതൊരു ട്രസ്റ്റാണ്, കലാപീഠം എന്നുള്ള ട്രസ്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് അത് സ്ഥാപിച്ചെടുത്തില്ലെങ്കിൽ അത് സ്ഥലം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു. ദേവൻ മാഷ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്ക് കലാപീഠം വേറെ മാറ്റി സ്ഥാപിക്കാം, സ്ഥലം കണ്ടെത്താം, GCD ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് സ്ഥലം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് കലാപീഠം മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അങ്ങനെയാണ്. പിന്നീട് അതിന് ശേഷം അത് ഒന്നും നടന്നില്ല, അത് ഡോർമെൻ്റായി പോയി. ഇപ്പോൾ അത് ഇനി തിരിച്ചിനി കലാപീഠം എന്നുള്ള രീതിയിൽ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ 1-2 ശ്രമങ്ങളൊക്കെ നടത്തി ഞങ്ങൾ. പക്ഷെ അത്ര അത് ഇറ്റ്സ് നോട്ട് ദാറ്റ് പോസിബിൾ. കാരണം അതിൻ്റെ കുറേ ഫോർമാലിറ്റീസിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്.
അപ്പോൾ അതൊരു ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, വളർച്ചയുടെയും തളർച്ചയുടെയും ഒരു ഗ്രാഫുണ്ട്. കലാപീഠം ആ ഒരു കാലഘട്ടത്തിൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിലും കലാചരിത്രത്തിലും ഒരു സുവർണ കാലഘട്ടമായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെടും. അത് ഒരു സ്മരണയായിട്ട് തന്നെ അവശേഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കലാപീഠത്തിൽ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് രവിവർമ്മ ഒരു പുസ്തകം എനിക്കൊരു ശശിഭൂഷണം മറ്റോ എഴുതിയത് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും രവിവർമ്മയുടെ പെയിൻറ്റിങ്സ് ഒന്നും കാണാൻ കിട്ടുമായിരുന്നില്ല. ചെറിയൊരു പെയിൻറ്റിങ് മറ്റും ഉണ്ടായിരുന്നു, 1-2 മറ്റോ. പിന്നെ കുറേ ഡ്രോയിങ്സും വാട്ടർ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അത് ആർക്കും കാണാൻ പറ്റില്ല, ഒരു മ്യൂസിയത്തിലും ഇല്ലാത്ത വർക്കുകളാണ് അതൊക്കെ. അപ്പോൾ അതും കുറേ എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർട്ട് പഠിക്കുന്നവർക്കൊക്കെ അത് വളരെ നല്ലൊരു ഷോ ആയിരുന്നു. അപ്പോൾ അന്ന് നല്ല തിരക്കായിരുന്നു. പിന്നെ കലാപീഠം ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേജിനേലും കുറച്ചും കൂടി ഒരു 3 അടിയും കൂടി വീതിയുള്ളൂ. അപ്പോൾ ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പിറ്റേ ദിവസം പോയി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അവിടെ തടിച്ചുകൂടി നിന്ന് കലാധരൻ ഇങ്ങനെ തലയിൽ കൈവച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, കള്ളം കയറിയെന്ന് പറഞ്ഞു. ശരിക്കും കള്ളന് കയറാൻ പറ്റിയ സമയമായിരുന്നു. ഒന്നാമത് കലാപീഠത്തിലൊരു സെക്യൂരിറ്റി ഇല്ല, ഒരു ഇതുമില്ല. ഇങ്ങനെയൊക്കെ രവിവർമ്മയുടെ വർക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കള്ളന്മാരെ എവിടെന്നെങ്കിലൊക്കെ വരും. അത്ര ഒരു സിറ്റിംഗ് ഡക്കായിരുന്നു അത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഏത് വർക്കാണ് പോയെന്ന്. അപ്പോൾ പറഞ്ഞു, കള്ളം കയറി ഓഫീസ് തുറന്ന് പ്രൊജക്ടറും കൊണ്ടുപോയിരുന്നു. ശരിക്കും കേരളത്തിൽ കലയില്ല എന്നൊക്കെ പറയില്ലേ, അതാണത്. ആ കള്ളനെ പിടിച്ച് അടിക്കണമായിരുന്നു, ഒരു ഡോസ് കല കൊടുക്കണമായിരുന്നു. അത് 10-30 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യമാണ്. ഇപ്പം ഇതേപോലെ ഈ സൊസൈറ്റീസൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അപ്രിസിയേഷനും ആർട്ട് അപ്രിസിയേഷനും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദിസ് ഇസ് എ ഗ്രേറ്റ് സർവീസ് ദാറ്റ് യു ആർ ഡൂയിങ്. ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. ഈ നോബൽ പ്രൈസൊക്കെ ഇതേപോലെയാണ്, ഒരു ചെറിയൊരു രാജ്യത്തിൻ്റെ ഒരു പ്രൈസാണത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇത് റിയലി ഐ അപ്രിഷിയേറ്റ് യു ഗൈസ് ഫോർ ഡൂയിങ് ദിസ് കൈൻഡ് ഓഫ്. അതിൻ്റെ ഒരു ഈ അനുഭവത്തിൻ്റെ ഒരു സീക്വല് പറയുകയാണെങ്കിൽ, പോലീസുകാർ കലാപീഠത്തിൽ വരുന്നു, അവർ നഷ്ടപ്പെട്ട വസ്തുക്കളെ നോക്കുമ്പോഴും ഈ വിവേക് പറഞ്ഞ പോലെ വില പിടിച്ച പെയിൻറ്റിങ്ങുകളൊന്നും പോയിട്ടില്ല, കളറാനൊന്നും ആവശ്യമില്ല, പ്രൊജക്ടറാണ് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഈ ദിവസം ആചരിക്കാൻ വേണ്ടിയിട്ട് കലാധരൻ ഒരു പെർഫോമൻസ് നടത്തുകയുണ്ടായി, ഒരു ഷോ നടത്തുകയുണ്ടായി. ടൈറ്റിൽ ഇതായിരുന്നു, കള്ളനും പോലീസും ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ആ എക്സിബിഷൻ തന്നെയാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു അന്ന് ഹോർമിസ് തരകനായിരുന്നു ഇവിടുത്തെ ടോപ്പിൽ പോലീസ് ഓഫീസർ കണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ കലാധരൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റിവോൾവറുമായിട്ട് വന്നിട്ട് ഒരു വർക്കിന് നേരെ വെടിവെക്കാൻ പറഞ്ഞിട്ട് അവർ ചരിത്രം സൃഷ്ടിച്ച വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇനോഗ്രേഷനായിരുന്നു. ഹോർമിസ് തരകൻ വരികയും വർക്കിന് നേരെ റിവോൾവർ എടുത്ത് ഷൂട്ട് ചെയ്യുകയും ചെയ്ത്, അങ്ങനെ ഇത് ടു കമമറേറ്റ് ദിസ് കൈൻഡ് ഓഫ് വിസിറ്റ് ഓഫ് ദി ഗ്രേറ്റ് തീഫ് ടു ദി കലാപീഠം. നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ പോസ്റ്റ് കോൺസെപ്ച്വൽ ആർട്ടിൻ്റെയൊക്കെ ഒരു ആൻസിസ്ട്രി അവിടെയൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാമല്ലോ. ഇപ്പോൾ സാർ പറഞ്ഞൊരു കാര്യം, ദേവമാഷൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്നു, ഇപ്പോൾ ഈ ലെക്ചർ പെർഫോമൻസ് എന്ന് ഇപ്പോൾ കണ്ടംപററി ആർട്ടിൽ പറയുന്നത് ദേവമാഷ അന്നേ ചെയ്തിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ മറീന അബ്രാമോവിച്ച് ഈ ആഴ്ച കൊച്ചിയിൽ വന്നിരുന്നു. അവർ ലെക്ചർ പെർഫോമൻസാണ് ചെയ്തത്. അവർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് അവർ പെർഫോമൻസ് ആർട്ടിനകത്ത് വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ജയറാം സാറിൻ്റെ ആർട്ടിസ്റ്റിക് ലൈഫ് ജേർണി നോക്കുകയാണെങ്കിൽ, ജയറാം സാർ ഇപ്പോൾ ഏതാണ്ട് 60 വർഷമായിട്ട് സാഹിത്യ മേഖലയിൽ വ്യാപൃതനാണ്. അപ്പോൾ ഒരു മറീന പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് ജോസഫ് ബോയ്സ് എന്നുള്ള ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് ഈസ് ആർട്ട്. സാർ അപ്പോൾ സാറിൻ്റെ ഒരു ടീച്ചിങ് ജേർണിയും ആർട്ടിസ്റ്റിക് ജേർണിയായിട്ട് എങ്ങനെ അത് നോക്കിക്കാണും? പേഴ്സണലുമാണ്, അതേ സമയത്ത് എനിക്ക് വേണം കലയുമായിട്ട് ബന്ധപ്പെടുത്താനും പറ്റും. ജോൺ പറഞ്ഞ പോലെ എൻ്റെ ഒരു കരിയറിൽ ഇപ്പോൾ 60ാമത്തെ വർഷമാണ് ആക്ച്വലി ഞാൻ ഒരു അധ്യാപകനായിട്ട് നിൽക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ഇംഗ്ലീഷ് സാഹിത്യം
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്കോളർ എന്നുള്ള രീതിയിൽ തുടക്കം മുതൽ തന്നെ ഞാൻ സാഹിത്യവും കലയുമായിട്ടുള്ളൊരു ബന്ധം അതിനെക്കുറിച്ച് ബോധവാനായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ കൂടുതൽ സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്തോറും അതിൻ്റെ എപ്പോഴും അതിൻ്റെ സ്രോതസ്സ് കലയിൽ നടന്നിരിക്കുന്ന സമാന്തരമായ പ്രസ്ഥാനങ്ങളാണ്. ധാരാളം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയും. ഇപ്പം മോഡേണിസം പറയുകയാണെങ്കിൽ ഇംപ്രഷനിസം മുതൽ എക്സ്പ്രഷനിസം, ഇംപ്രഷനിസം, അതുപോലെ തന്നെ ഫോവിസം, സറിയലിസം, ക്യൂബിസം, ഈ എല്ലാ പ്രസ്ഥാനങ്ങളും ആദ്യം ചിത്രകലയിൽ വരികയും പിന്നീട് അതിൽ നിന്ന് സാഹിത്യത്തിലേക്ക് ഒഴുകി പടരുകയുമാണ് ചെയ്തത്. അപ്പോൾ സാഹിത്യം പഠിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വിർജീനിയ വൂൾഫിൻ്റെ നോവൽസ് പഠിപ്പിക്കുമ്പോഴും ജെയിംസ് ജോയ്സിൻ്റെ പഠിപ്പിക്കുമ്പോഴും എലിയട്ടിൻ്റെ കവിതകൾ പഠിപ്പിക്കുമ്പോഴുമൊക്കെ നിരന്തരമായിട്ട് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ഈ കലാപ്രസ്ഥാനങ്ങളിൽ വരുന്ന മഹത്തായ കലാസൃഷ്ടികളും കലാകാരന്മാരുടെ ഈ പ്രശ്നങ്ങളും അവരെങ്ങനെ അതിനെ അഡ്രസ്സ് ചെയ്തു, ഇത് എങ്ങനെ ഈ സാഹിത്യവും കലയുമായിട്ട് അന്ന് ആ മോഡേണിസത്തിൻ്റെ തുടക്കകാലത്ത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഇൻ്ററാക്ഷൻ സാഹിത്യകാരന്മാരും കലാകാരന്മാരും തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോധത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ ടീച്ചിങ് കരിയറിൽ സാഹിത്യത്തെയും കലയെയും മാറ്റി നിർത്താൻ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്വകാര്യ ആനന്ദം മാതിരിയാണ് കലാപ്രവർത്തനത്തിൽ ഞാൻ ഇടപെട്ടത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിലെ, ഇപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണല്ലോ, സമകാലീന സമൂഹം എന്നാണല്ലോ. അപ്പോൾ അതിലൊരു ചെറിയൊരു കറക്ഷൻ എനിക്ക് തോന്നിയത്, നമ്മൾ സമകാലിക സമൂഹം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി പ്രസക്തമാകുന്ന സമകാലീന സമൂഹം എന്ന് പറയുന്നതായിരിക്കും. കാരണം സമകാലികം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷേക്സ്പിയർ വാസ് ദ കണ്ടംപററി ഓഫ് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞാൽ സമകാലികനായിരുന്നു. സമകാലീനം എന്ന് പറയുമ്പോൾ നമ്മൾ അർജൻറ്റ് പ്രസൻ്റാണ്. അതിലത്തെ ആ ഒരു കണ്ടിഗ്യൂറ്റി, നിയർനെസ്സും ആ സാമീപ്യമൊക്കെയാണ് സമകാലീനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമകാലീന സമൂഹവും കലയും കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് കലയെ മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വാസ്തവത്തിൽ എൻ്റെ സാഹിത്യ പഠനവും സാഹിത്യത്തെക്കുറിച്ചുള്ള ആ ഒരു അഭ്യസനവും കുട്ടികളെ പഠിപ്പിക്കുന്നതുമെല്ലാം നിരന്തരമായിട്ട് കലാപ്രസ്ഥാനങ്ങളും വസ്തുക്കളുമൊക്കെ ആയിട്ട് ഇടചേർന്നിരുന്നിരിക്കുന്നു. അങ്ങനൊരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ഞാൻ സൗഭാഗ്യവാനാണ്. ഒരിക്കലും പ്രൊഫഷനെക്കുറിച്ച് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നും തികച്ചും സന്തുഷ്ടനാണ്. മേ ബി ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ്. താങ്ക് യു. ഇപ്പോൾ കണ്ടംപററി കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് ഈ ഇൻസ്റ്റാഗ്രാം റീൽസും അതുപോലെ ഇപ്പോൾ ഐഫോണിൻ്റെയൊക്കെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഫോൺ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇന്ന് കലാകാരൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫി എന്നുള്ള മാധ്യമത്തിനെ എത്തരത്തിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ വിവേക് വിലാസിനിയുടെ ആർട്ടിസ്റ്റിക് പ്രോസസ്സ്, ഒരു വർക്ക് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ, അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. ഈ ഫോൺ ക്യാമറയുള്ള കാരണം ആർട്ടിസ്റ്റ് ആകാൻ പറ്റുന്നുള്ളത് ഈ പെൻസിൽ കൈ കിട്ടിയ ഡാവിഞ്ചിനെ പോലെ വരയ്ക്കാൻ പറ്റുന്നത് വിചാരിക്കണ പോലെയാണ്. അത് ആർട്ടിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സിനിമ പകുതി വെച്ച് കയറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഒരാൾ മറ്റൊരാൾ കയറി തെറി വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇടിക്കുന്നത്, അല്ലെങ്കിൽ ഒരാൾ മരം ചുറ്റണത്, ആരാണ് എന്താണെന്ന് അറിയാം. അതിന് ആദ്യം മുതൽ കയറിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ആ കഥ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ആർട്ട് ഹിസ്റ്ററിയിൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ പീക്കാണ്. ഓരോ വലിയ കൊടുമുടികളാണ്. അപ്പം അത് നമുക്ക് ആർക്കാണെങ്കിലും പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടാവും ആ ഒരു രീതിയിൽ ഇത് വായിക്കുകയാണെങ്കിൽ. അപ്പം ഇതിനിടയിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അതിനിടയിൽ നമുക്കൊരു ചെറിയൊരു ഇടം ഉണ്ടാവും, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ അതിനെ പിന്നെ പുഷ്ടിപ്പെടുത്തിയിട്ട് അവിടെ വളരുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സ്പേസിൽ. അത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. അതിനിപ്പോൾ ആർട്ട് കോളേജിൽ പോകണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതൊന്നും അല്ല, നമുക്ക് സ്വന്തമായിട്ടും പഠിക്കാൻ നമുക്ക് പറ്റും. ആർട്ട് കോളേജ് പക്ഷെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അവിടെ എല്ലാ രീതിയിലും സമസോൾട്ട് ചെയ്യാനും ബാക്ക്വേർഡും മറ്റേതൊക്കെ പഠിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അത് തന്നെയാണ് നമ്മുടെ
ബാക്കി ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് MA എടുത്തു കഴിഞ്ഞാൽ ആരും ഒരു വലിയ എഴുത്തുകാരനൊന്നും ആകാൻ പോകുന്നില്ല. മലയാളം എടുത്തു കഴിഞ്ഞാലും അതേപോലെ തന്നെ ആയിട്ടുണ്ട് ആർട്ട് കോളേജും. ഇനീഷ്യലി വരുമ്പോൾ ആദ്യത്തെ BA ആയിരിക്കും ചിലപ്പോൾ കഥകളൊക്കെ എഴുതുക എന്തോ അങ്ങനെയാണ്. ഇപ്പോൾ ഈ BFA ആദ്യത്തെ ആൾക്കാർ ഇപ്പം ആരും ആർട്ടിലേക്കൊന്നും വരണില്ല. അവർ പഠിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും, ചിലർ പോലീസിലോ അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ബട്ട് ഈ പ്രോസസ്സിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ചെയ്ത കാരണം അത് ഗംഭീരമെന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഒരു ഷോ ഉണ്ടായിരുന്നു, അത് ബോസായിരുന്നു ക്യൂറേറ്റ് ചെയ്യണ്ടായിരുന്നത് ഇവിടെ സ്പെയിനിൽ, മാഡ്രിഡിൽ. അപ്പോൾ ഇന്ത്യ ആയിരുന്നു അവരുടെ ഗസ്റ്റ് കൺട്രി. അപ്പോൾ ബോസ് എന്നെയും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാലറി, എന്നെ ഇൻക്ലൂഡ് ചെയ്ത ഗാലറി ആദ്യം വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റുകളെ സജസ്റ്റ് ചെയ്തൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബോസ് പറഞ്ഞല്ല, ഇവന്ന് നന്നായി വർക്ക് ചെയ്യും, ഇത് നെയിംസ് എല്ലാം നമ്മൾ സ്ലോട്ട് ഇട്ടിട്ടുണ്ട്, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ 3 വർക്ക് വേണം, 3x4. അപ്പോൾ അവർക്ക് ഈ സൈസും മാത്രമൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു 5 വർക്ക് ചെയ്തു. 5 വർക്കും ഭയങ്കര മോശം വർക്കുകളാണ്. അപ്പോൾ സമയമായി, ഇത് അയക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഡിസൈഡഡ് അല്ല, ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് ആരും കാണിക്കാനുള്ള ഒളിപ്പ് സാധനമാണ്. ലൈക്ക് ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഗംഭീരമാണ്, ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് മോശമാണെന്ന് മനസ്സിലാവുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഈ ഹസൻ ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് മറ്റേ UAE-ത്തെ ഫ്രണ്ടിനടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളൊരു ഷോ മാഡ്രിഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, നമ്മുടെ ഖാലിദുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദിൻ്റെ അടുത്ത് ഫോൺ എടുത്തപ്പോൾ ഖാലിദ് പറഞ്ഞു, മബ്രൂക്ക്, യു ബ്ലഡി ബാസ്റ്റഡ് ലക്കി ഇന്ത്യൻസ്, ലൈക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെ ഷോ കിട്ടുന്നു. ഞാനൊരു പലസ്തീനിയൻ ജോർഡേനിയൻ പാസ്പോർട്ടിൽ അബുദാബിയിൽ വർക്ക് ചെയ്യണം, എനിക്ക് നമ്മളൊന്നും ആരും മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗ്യം കിട്ടുമ്പോൾ നമ്മളെ പറ്റി ആലോചിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റി വന്നത്. ഈ ലാസ്റ്റ് സപ്പർ ഗാസ എന്നുള്ളത് അത് അങ്ങനെയാണ് വന്നത്. ആ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ സാധനം. അപ്പോൾ അനിയനും ഞാനും കൂടി അത് ഈ ബാക്ക്ഗ്രൗണ്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. കുറേ കേർട്ടൻസ് ആയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയത് നമ്മുടെ ആളുടെ വൈഫായിരുന്നു. ആൻഡ് പിന്നെ ഈ ഫുഡൊക്കെ എന്താ വെക്കേണ്ടതെന്നുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് ഫിറ്റ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ 11 മണിയാകും. അപ്പോൾ ഞാൻ ഈ UAE-ൽ കുറേ തിയേറ്ററിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചാർക്കോൾ പൊടി ഇട്ടിട്ട് പിന്നെ നനഞ്ഞ തോർത്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഫീലിംഗ് വരും. അപ്പോൾ അത് ആണ് ബാക്ക്ഗ്രൗണ്ടാക്കി ചെയ്തത്. അപ്പോൾ ഓരോന്നും പ്ലാൻ B ആണ്. ലൈക്ക് പിന്നെ അവിടെ വന്ന് ഈ ഫ്രൂട്ട്സും മറ്റൊക്കെ ഞാൻ പറഞ്ഞു, ഈ പഴവും അതെല്ലാം മാറ്റിയിട്ട് പൊമഗ്രാനറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും ഇങ്ങനെ ഈ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ അസിസ്റ്റ് ചെയ്യാൻ വരും. എൻ്റെ എല്ലാവരും ഈ അഭിപ്രായം പറയും. അപ്പോൾ ഞാനിങ്ങനെ അവരോട് ഓരോരുത്തരോടും ഇങ്ങനെ പറയണം, അത് ഇന്നാണ് കാരണം, അത് മറ്റേതാണ് കാരണം. അപ്പോൾ ഇപ്പം ചില വർക്കിൽ ഇപ്പോൾ ആൾക്കാർ ഷൂ ഇടുന്നില്ല. അപ്പോൾ ഇത് ന്യൂയോർക്കിലല്ലേ വെക്കാൻ പോകണം, എന്താ ഷൂ ഇടാത്തത്? അപ്പം ഞാൻ പറഞ്ഞല്ല, അത് ഞാൻ പിന്നെ പറയാം. എനിവേ, അപ്പോൾ ഇത് ഈ ഫ്രൂട്ട്സ് എല്ലാം മാറ്റാൻ പറഞ്ഞു. അപ്പോൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർ കോഴിയും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രത്യേക രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അനിയനോട് പറഞ്ഞില്ലെങ്കിൽ ഇന്ന ഒരു കടയുണ്ട്, അവിടെ കുറച്ച് ബ്രെഡും മറ്റേതൊക്കെ കിട്ടും, പൊമഗ്രാനറ്റ് കുറച്ച് മറ്റേ അതിൻ്റെ ഒരു കഴുത്തുള്ള പൊമഗ്രാനറ്റ് വേണം, പിന്നെ ഈ ഗ്ലാസും പ്ലേറ്റെല്ലാം മാറ്റിയിട്ട് ഒരു കപ്പിൽ കുറച്ച് കൊക്കക്കോള, അതാണ് വൈൻ പോലെ, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടോന്ന സാധനങ്ങൾ ഇതിനായിട്ട് ഇത് വലിയ പ്രൊഡക്ഷനാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് ഇത് പറ്റില്ല എന്നാണ്. അപ്പോൾ ചിലർ പറയും ഇത് ഇന്നലെ ഞാൻ ഇത്ര പണിയെടുത്തിട്ട് ചെയ്തത്. ഞാൻ പറയാം, ഞാൻ പിന്നെ പറയാം. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ആ ലാസ്റ്റ് മിനിറ്റ് വേറെയും ഡിസിഷൻസ് എടുക്കും. ഞാനൊരു പേഴ്സണൽ സാധനം പറയാണ്. ഇത് വന്നു കഴിയുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് ഷോട്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു, ഞാൻ മതി. അപ്പോൾ ഇതെൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. ലൈക്ക് ഈ സൃഷ്ടി സ്കൂൾ ഓഫ് ആർട്ട് ഡിസൈൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഞാൻ ഈ പലപ്പോഴും ഈ കോളേജിൽ പോയിട്ട് സ്ലൈഡ് ഷോ കാണിക്കുമ്പോൾ ഞാൻ പറയും ഇത് അപ്പോൾ അവർക്ക് ഇതാരാണ് ഈ മോഡൽസ്? അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് മറ്റേ തൃപ്പൂണിത്തുറ കോളേജാണ്, ഇത് ഇന്ന കോളേജാണ്, ഇത് തൃശ്ശൂരാണ്. അപ്പോൾ അവർ പലരും ചോദിക്കും സാറേ നമുക്കും വല്ല ചാൻസ് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ചാൻസ് വന്നപ്പോൾ ഞാൻ ഒരു കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ലൈക്ക്
ഇത് ചെയ്യണം. അപ്പോൾ ആർക്കും അതിൽ ബുർക്കിടാൻ അറിയില്ല. അപ്പം ഞാനും അനിയനും പോയി ബുർക്ക വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി 13 ബുർക്ക വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഓക്കെ ഏതാണ്, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബുർക്ക എങ്ങനെ ഇടുകയെന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ സംശയത്തിൽ നോക്കണം. ആ സമയമൊക്കെ കുറച്ചൊരു ടെൻഷനുള്ള സമയമാണ് നാട്ടിൽ. അവൾ ചോദിച്ചാൽ എന്തിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷൂട്ടിനാന്ന് പറഞ്ഞു. അപ്പം അവരിങ്ങനെ നോക്കുക. അപ്പം അനിയൻ പറഞ്ഞു ചേട്ടൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമ്മൾ ഇവിടെ ചിലപ്പോൾ അകത്താവും. അപ്പം ഇങ്ങനത്തെ ഓരോ പെർട്ടിക്കുലർ ഇൻസിഡൻസ് വർക്ക് ചെയ്ത് എല്ലാം കൂടി വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കയ്യിലല്ല ഇത് ഇരിക്കുന്നത്. ചില വർക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, പക്ഷേ റിസൾട്ട് ഇസ് വെരി ഗുഡ്. അങ്ങനെ ചെയ്ത കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അത് വി ഹാവ് ടു ലെറ്റ് ലൂസ് ഓൾസോ. നമ്മൾ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ടാണ്, ഒരു കൺട്രോൾ ഫ്രീക്കാണ്. പക്ഷേ ചില നേരത്ത് ഒരു പ്ലാൻ ബി മൈറ്റ് സഡൻലി അപ്പിയർ ടു ബി എ ബെറ്റർ പ്ലാൻ ആൻഡ് ഇറ്റ് ഇസ് വർക്ക് ഫോർ മീ. പക്ഷേ നോട്ട് ഓൾവേസ് ഇട്ട് കുറേ വർക്കുകളുണ്ട്, കുറേ അധികം വർക്കുകളുണ്ട് കാണിക്കാത്തത്, ഒരിക്കലും എത്താത്ത സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് മടക്കി വെക്കേണ്ടി വരുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൾവേസ് സിങ്, ബട്ട് സം സക്സസ്ഫുൾ കേസസ് അത്. ഇപ്പോൾ വിവേക് വിലാസിനി പറഞ്ഞൊരു കാര്യം, ആർട്ട് ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക, കലാകാരൻ ആർട്ട് ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രാധാന്യം. ഇപ്പോൾ ജയറാം സാറ് തേവരക്കോളയിൽ വെച്ചിട്ട് ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പേ കളർ ട്രാൻസ്പെറൻസീസ് ഉപയോഗിച്ചിട്ട് സ്ലൈഡ് ഷോ ചെയ്യുമായിരുന്നു. അത് ഈ പോസിറ്റീവ് ഫിലിംസ് ട്രഡീഷണൽ സ്ലൈഡ് പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പെയിൻറ്റിങ് ക്ലബ്ബിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ആർട്ട് ഹിസ്റ്ററി ലെസൺസ് ഓൺ സാറ്റർഡേയ്സ്. അതാണ് വളരെയധികം തേവരക്കോളയിൽ നിന്ന് കലാമേഖലയിലേക്ക് വന്നിട്ടുള്ള വളരെയധികം കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സാർ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അതിനുള്ള മോട്ടിവേഷൻ? അത് എക്സ്ട്രാ കരിക്കുലർ ആണല്ലോ. അപ്പോൾ എക്സ്ട്രാ കരിക്കുലറായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കലാപീഠത്തിൽ വെച്ചിട്ടാണ് കലാചരിത്രത്തെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ വരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ കലയായതുകൊണ്ട് തന്നെ നമ്മൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനെ വാചികമായിട്ട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഈ PPT സൗകര്യങ്ങളോ കമ്പ്യൂട്ടർ സൗകര്യങ്ങളോ യാതൊന്നുമില്ല. നമുക്ക് സ്ലൈഡ്സ് വർക്ക് ചെയ്ത് പ്രിപ്പയർ ഷൂട്ട് ചെയ്ത് തന്നെ കാണിക്കാനേ മാർഗമുള്ളൂ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഈ ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. കാരണം എൻ്റെ അനുഭവത്തിൽ ഞങ്ങൾ കലാപീഠത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ് എക്സിബിഷന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. തലേ ദിവസം അറിയാലോ, കലാകാരനെ ഞങ്ങളെല്ലാം കൂടി വർക്ക് ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് എക്സിബിഷന് വർക്ക് പോവുകയാണ്. ചിലപ്പോൾ നമുക്ക് തിരിച്ച വർക്ക് കിട്ടില്ല. അപ്പോൾ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് അപ്പോൾ കലാകാരൻ പറഞ്ഞു, മാസ്റ്റർ ഒരു കാര്യം ചെയ്യും, മാസ്റ്റർ വർക്ക് ഏതെങ്കിലും സ്റ്റുഡിയോ കൊണ്ടിട്ടൊരു ഫോട്ടോ എടുത്തു. കുറച്ച് വലിയ പെയിൻറ്റിങ്ങാണ്. ഞാനത് നിങ്ങൾ വിശ്വസിക്കില്ല, തലയിൽ തലച്ചോടായിട്ട് ചുമന്ന് എറണാകുളത്തെ മിക്കവാറും സ്റ്റുഡിയോകളിൽ പോയി അന്വേഷിക്കുന്നു. അവരൊന്നും ഇപ്പോൾ സാധിക്കില്ല എന്ന് പറയുന്നു. തൃപ്പൂണിത്തുറ വന്നു, സാധിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് കോപ്പി എടുക്കാൻ പറ്റാതെ ഞങ്ങൾ പിറ്റേ ദിവസം വർക്ക് വിടേണ്ടി വന്നിട്ടുണ്ട്. ആ വാശിക്കാണ് ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. വിവേക് പറഞ്ഞ പോലെ ഞാൻ ക്യാമറ സംഘടിപ്പിച്ചു. എൻ്റെ ബ്രദർ പോയപ്പോൾ ഒരു ക്യാമറ മേടിച്ചുകൊണ്ട് വന്നു. ആ ക്യാമറയിൽ ആദ്യത്തെ ക്ലിക്ക് ചെയ്തത് എന്നെ മോഡലാക്കി അതിൽ ബാറ്ററി ലോഡ് ചെയ്ത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്തത് നിങ്ങളിങ്ങനെ ഇന്നലെ ഡിസ്കസ് ചെയ്ത എൻ്റെ കസിനും കൂടിയായ രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ അന്ന് ഇവിടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇവിടെ രാധാകൃഷ്ണനുണ്ട്, ഗ്രോവറുണ്ട്, അവരെല്ലാം കൂടി ഒരു ഫോട്ടോഗ്രാഫി ക്ലബ്ബൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് ആണ് രാധാകൃഷ്ണനാണ് എന്നോട് പറയുന്നത്, മാഷ് ഈ ഇതെടുത്താൽ മതി, ചേട്ടൻ ഈ ക്യാമറ മേടിച്ചാൽ മതി. അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. എനിക്കറിയില്ല. അപ്പോൾ ബാറ്ററി ലോഡ് ചെയ്യാൻ കാണിച്ചതെന്ന് രാധാകൃഷ്ണനാണ്. ആദ്യത്തെ ക്ലിക്ക് എന്നെ കൊണ്ട് എടുപ്പിച്ചത് രാധാകൃഷ്ണനാണ്. ആ വാശിക്കാണ് ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ തുടങ്ങുന്നു. പിന്നീട് ക്ലാസ് എടുക്കേണ്ടി വരുമ്പോൾ സ്ലൈഡുകളുടെ ആവശ്യം വന്നപ്പോൾ ഒരു നിവൃത്തിയിൽ നമ്മൾ ട്രാൻസ്പെറൻസി ഫിലിംസ് തന്നെ എടുക്കണം. അന്നത്തെ കാലം അതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം 10 വർഷം ലണ്ടനിൽ ഫോട്ടോഗ്രാഫി പഠിച്ച ഒരാളാണ്, സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ആളാണ്, രാമൻ എന്ന് പറയും. രാമൻ്റെ കൂടെ പോയിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി പ്രിൻറ്റിങ് ആൻഡ് ഡെവലപ്പിംഗ് പഠിക്കുകയാണ്. പ്രിൻറ്റിങ് ആൻഡ് ഡെവലപ്പിംഗ് ക്ലാസിക്കലായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. കളർ ഫോട്ടോഗ്രാഫി വരെ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സ്ലൈഡ്സ് എടുക്കാൻ, അപ്പോൾ രാമൻ്റെ കൂടെ ചേർന്നിട്ട് ട്രാൻസ്പെറൻസി ഫിലിംസ് എങ്ങനെ സ്ലൈഡ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊഡാക്കിൻ്റെ ട്രാൻസ്പെറൻസി ഫിലിംസ് എടുക്കും. റോൾ ചെയ്ത ക്യാമറയിൽ കൂടെ സ്ലൈഡ്സ് എടുക്കും. 10-36 സ്ലൈഡുകൾ ഉണ്ടാവും. കേരളത്തിൽ ഒരിടത്ത് അത് വാഷ് ചെയ്യാനുള്ള സൗകര്യമില്ല. നമ്മളത് പാക്ക് ചെയ്ത് മദ്രാസിലേക്ക് അയച്ചു കൊടുക്കും. ചെന്നൈയിൽ നിന്ന് ഒരു ആഴ്ച കഴിയുമ്പോഴാണ്
അത് മൗണ്ട് ചെയ്ത് നമുക്ക് അയച്ചു വരിക. അങ്ങനെ ഇരിക്കുന്നൊരു കാലത്താണ് എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റായ ജോണിനൊക്കെ അറിയും. അദ്ദേഹം എറണാകുളത്തൊരു സ്റ്റുഡിയോ തുടങ്ങുകയും അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, മാഷോ അറിയേണ്ട, ഞാൻ ട്രാൻസ്പെറൻസി ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരു ട്രാൻസ്പെറൻസി ലാർജ് കളക്ഷൻ. ഇപ്പോൾ അതൊക്കെ എല്ലാ ഫംഗസും എന്തുവെന്ന് അറിയില്ല. ഇനി അത് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അന്ന് ഒരു ഓട്ടോമാറ്റിക് പ്രൊജക്ടറൊന്നുമില്ല, ഹാൻഡ് പ്രൊജക്ടറാണ്. ചെറിയ വളരെ ക്രൂഡ് മെക്കാനിസമാണ്. നമ്മൾ ഓരോ സ്ലൈഡായിട്ട് ലോഡ് ചെയ്യണം, അങ്ങനെ മാറ്റി 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 കാണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നിരവധി വർഷങ്ങളോളം ഞാൻ ആർട്ടിസ്റ്റെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നത് ഇങ്ങനെ ട്രാൻസ്പെറൻസി പ്രൊജക്ഷൻ നടത്തിയിട്ടാണ്. RLV കോളേജിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടല്ല. അപ്പോൾ ഇതായിരുന്നു വാസ്തവത്തിൽ എൻ്റെ തുടക്കം ഇതായിരുന്നു. പിന്നീട് തിങ്സ് ബിക്കെയിം വെരി ഈസി. ഇപ്പോൾ പവർ പോയിൻ്റൊക്കെ നമുക്ക് കാണിക്കാനുള്ള സൗകര്യമൊക്കെ വന്നതോടെ എല്ലാം ഇലക്ട്രോണിക്കൊക്കെ ആയി, ഡിജിറ്റലായി. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചരിത്രം അങ്ങനെ വളരെ ഒരു ഹാരോയിങ് എക്സ്പീരിയൻസ് ആണ്. വി ലേൺഡ് ഇറ്റ് ത്രൂ ദ ഹാർഡ് വേ. വളരെ ഫാസിനേറ്റിംഗ് ആണ് ഈ കെമിക്കൽ ഫോട്ടോഗ്രാഫിയുടെ ചലഞ്ചസ് എല്ലാം. അപ്പോൾ ഇന്ന് കെമിക്കൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്ന് ഇപ്പം നോൺ ലെൻസ് ബേസ്ഡ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരെ വന്ന് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇമേജ് മേക്കിംഗ്, ഇപ്പോൾ നാനോ ബനാനോ പോലെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസിൽ പ്രോംസിലൂടെ ഫോട്ടോഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് സ്പെസിഫിക്കേഷൻസ് നൽകി തന്നെ ലെൻസിങ്ങും അതുപോലെ ക്യാമറ അതിൻ്റെ കളർ സയൻസ് എല്ലാം നൽകിയിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ കലാകാരന്മാരെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ, ഹൗ ഡു യു ടേക്ക് ഇറ്റ് അപ്പ്? ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു പെൻസിൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ളൂ AI ഇതൊക്കെ. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ലൈക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുക കല ആസ്വദിക്കാൻ പഠിച്ചാലാണ്. ആദ്യം കല ആസ്വാദനം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകണം. അതിന് തന്നെ കുറേ എൻട്രി പോയിന്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ AI ഉണ്ടായിക്കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ ഒരു ടൂൾസാണ്. മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് തന്നെയാണ് അവസാനം ഇത്. പഴയ കാര്യങ്ങളെല്ലാം പോയി പഠിച്ചാലാണ് ഇത് പുതിയ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മൂന്നാറിലൊരു കൃഷി പരിപാടി ഉണ്ട്, ഒരു ഒരു സോഷ്യൽ സ്കൾപ്ചർ പോലെയാണ് നമ്മൾ ചെയ്യണത്. എനിവേ, അപ്പോൾ അവിടെ ഭയങ്കര ചീവീടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇതൊരു പുതിയ ചീവീട് വന്നു. അപ്പം ഞങ്ങളൊരു 10-15 കൊല്ലം അത് കാണുന്നതാണ് ഈ ചീവീടുകൾ. അപ്പോൾ അവൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം 8 മാസം മറ്റോ കഴിഞ്ഞപ്പോൾ ഒരു സ്പീഷീസ് അലേർട്ട് വരികയാണ്. സ്വർഗമായിട്ടുള്ള ഒരു പുതിയ ഇത് കണ്ടു. അത് അവന് മാത്രമേ പറ്റുള്ളൂ. കാരണം അവന് അതിൻ്റെ ഹിസ്റ്ററി അറിയാം, ഇതെല്ലാ ചീവീടുകളും അറിയാം. സിക്കാഡ സിക്കാഡ. അപ്പോൾ ഈ സിക്കാഡ അയാൾക്ക് എല്ലാം അറിയാതെ തന്നെ. ഞാനൊരു 10-12 കൊല്ലമായിട്ട് ഇത് കാണണം. നമുക്ക് ഒരെണ്ണത്തിന് പോലും ശരിക്കും അറിയാത്ത കാരണമാണ് അത് ആ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ പോലെയാണത്. ഇത് അറിഞ്ഞിരിക്കണം, ഇതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് തോന്നുകയാണ് ഇത് ക്രിയേറ്റീവാണ്. ചിലപ്പോൾ വളരെ പണ്ട് ആൾക്കാർ ചെയ്ത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് എത്രത്തോളം ക്രിയേറ്റീവ്. അല്ലാണ്ട് ഒരു പുതിയൊരു സാധനം അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റില്ലായിരുന്നു. എല്ലാം പഴയ സാധനത്തിൻ്റെയൊക്കെ ബാക്കിയും അതിൻ്റെ എക്സ്റ്റൻഷനും ഇത് വലിച്ച പൊട്ടോ അങ്ങനെയൊക്കെ നോക്കുന്ന ഓരോ ഇതിൻ്റെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണം AI എന്ത് വന്നാലും ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ജയറാം സാറിൻ്റെ ടേക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള? വിവേക് പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് കലയുടെ കാര്യത്തിലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ബോസിൻ്റെ ലോകമേ തറവാടെന്നുള്ള ആ എക്സിബിഷന് വേണ്ടിയിട്ട് ബോസ് ആവശ്യപ്പെട്ടിട്ട് ഒരു പുതിയ പെയിൻറ്റിങ് ചെയ്തിരുന്നു. അതൊരു സീരീസിലെ ഭാഗമായിരുന്നു, സബർബൻ പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു പെയിൻറ്റിങ്ങാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിരുന്നു വാസ്തവത്തിൽ. അതിനുശേഷം എനിക്കിതുപോലെ തന്നെ AI കുറിച്ചുള്ള സംസാരിക്കാനുള്ളൊരു സ്കൂളിൽ ഒരു കോളേജിൽ സംസാരിക്കാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശന് വേണ്ടിയിട്ട് ഈ പെയിൻറ്റിങ് ഞാൻ എങ്ങനെ AI ക്രിയേറ്റ് ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ട് ഞാൻ AIക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നു. എനിക്കിങ്ങനെ ഒരു ഇത് വേണം, ഒരു സ്ട്രീറ്റ് വേണം, കുറേ റെവനൻസ് അല്ലെങ്കിൽ സോംബീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നൊരു ഹോണ്ടഡ് സ്ട്രീറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് കൊടുക്കുന്നു, ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നു. AI അത് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നു. ദാറ്റ് വാസ് നോ വെയർ നിയർ വാട്ട് ഐ ഇമാജിൻഡ്.
അപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്കിതല്ല വേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ കൊടുത്തു. വീണ്ടും AI ട്രൈ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ AI കൊണ്ട് വർക്ക് ചെയ്യിച്ചിട്ടും ഞാൻ ഒറിജിനലി വർക്ക് ചെയ്തതിൻ്റെ അടുത്തൊന്നും ആ സാധനം വരുന്നില്ല. അവസാനം ഞാൻ AI ചോദിച്ചു, ഡു യു ഫീൽ എനിത്തിങ്? AI പറഞ്ഞു, സോറി, ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. എനിക്കൊണ്ട് ഇതാണ് ആർട്ടിനെ സംബന്ധിച്ച് AI ആൻസർ. ഇതാണ്, AI ഡസൻ ഫീൽ എനിത്തിങ്. ഇപ്പം നമ്മൾ കൊണ്ടുവരുന്ന ഈ ലെയേഴ്സ് ഉണ്ടല്ലോ, അതിപ്പോൾ വാട്ടർ കളറൊക്കെ ചെയ്യുമ്പോഴും ഓയിലൊക്കെ ചെയ്യുമ്പോഴും ഇതിനൊക്കെ അറിയാം, ജോണിനൊക്കെ അറിയാം. നമ്മൾ കൊണ്ടുവരുന്ന ചില ആക്സിഡൻ്റൽ ലെയേഴ്സൊക്കെ എവിടെയോ ചില നമ്മുടെ അബോധ മനസ്സിലാണ് അനുരണങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. പ്രൈമറിലി ഇപ്പം നമ്മുടെ സബ്ജക്റ്റ് സമകാലീന സമൂഹവും കലയുമായതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രൈമറിലി എന്നെ സംബന്ധിച്ചോളെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. വിവേക് പറഞ്ഞ പോലെ എൻ്റെ സന്തോഷം, അത് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെ ആ വിസറൽ ജോയ്, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. നമ്മൾ ഇപ്പോൾ ക്യാൻവാസ് ആണെങ്കിലും വാട്ടർ കളറൊക്കെ ആണെങ്കിലും that surface gives you a feedback. There is a dialogue between the ground or the plane or the pigment and the artist. നമ്മളെ ഏറ്റവും വലിയ ടേക്ക് അതാണ്. അത് സമൂഹത്തിന് അത് വലിയ പരിഷ്കാരമാകുമോ, എന്തെങ്കിലും റിഫോർമേഷൻ കൊണ്ടുവരുമോ, വിൽ ഇറ്റ് സോൾവ് എനി പ്രോബ്ലം? ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, പെയിൻറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഐ എം നോട്ട് കൺസേൺ അബൌട്ട് ദാറ്റ്. നമ്മുടെ പ്രൈമറി ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു മൂഡിൽ വരുമ്പോൾ നമ്മളത് എങ്ങനെയോ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ദാറ്റ് മേ ബി ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ, യു വിൽ ലൈക്ക് ഇറ്റ് ആൻഡ് അതേഴ്സ് വിൽ ഡിസ്ലൈക്ക് ഇറ്റ്, ഓർ യു വിൽ ഡിസ്ലൈക്ക് ഇറ്റ് വിച്ച് അതേഴ്സ് വിൽ ലൈക്ക് ഇറ്റ്. ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ അവിടെ ഒരു 1-to-1 ഡയലോഗാണ് ബിറ്റ്വീൻ ദ മീഡിയം ആൻഡ് ദി ആർട്ടിസ്റ്റ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു പേഴ്സണൽ ഡയലോഗിൻ്റെ ഒരു ചാം, ഇഫ് യു ക്രിയേറ്റ് എ വർക്ക് ഓഫ് ആർട്ട് വിത്ത് AI, you will never get. AI can only mimic actually. ഈ ഇൻസ്റ്റൻറ്റേനിയസ്ലി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്മളുടെ റോ മെറ്റീരിയൽസ് നെറ്റിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്ത് തരാണ്. ഇറ്റ്സ് ആക്ച്വലി നമ്മളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് വെറും ഒരു പാസ്റ്റിഷ് അല്ലെങ്കിൽ ഒരു കൊളാഷാണ്, ഒരു അൺതിങ്കിങ് കൊളാഷാണ്. അതിനകത്ത് ഐ ഡോണ്ട് ഫൈൻഡ് എനി ഡെപ്ത് ഇൻ ദാറ്റ്. യു മേ ഡിസഗ്രി. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ സമകാലീന സമൂഹത്തിൽ കലയുടെ ഏറ്റവും വലിയൊരു പ്രസക്തി എന്ന് പറയുന്നത്, കല എന്നുള്ള ഡെഫിനിഷൻ വളരെയധികം മാറിയിട്ടുണ്ട്, വളരെയധികം വിപുലമായിട്ടുണ്ട്. അത് ഒരു ഡിസൈൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഈ ഡിസൈൻ വാസ്തവത്തിൽ നമ്മൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിഫൈൻഡ് ഫോമാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ആ നമ്മളുടെ ക്രാഫ്റ്റിൻ്റെ പ്രസക്തി അതാണ്. ഇന്നിപ്പോൾ ക്രാഫ്റ്റും ആർട്ടും തമ്മിലുള്ള ബൗണ്ടറീസൊക്കെ ആ പോപ്പ് ആർട്ട് മുതൽ തന്നെ അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ആർട്ട്, എന്താണ് ക്രാഫ്റ്റ് ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ വി ആർ ലേണിംഗ് ആർട്ടിഫാക്ച്വൽ ഇമാജിനേഷൻ. ഈ ആർട്ടിഫാക്ച്വൽ എന്ന് പറയുന്നത്, ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാലോ, വെറും എന്താ പറയുക, ക്രാഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ആർട്ടിഫാക്റ്റിനെ പറയുന്നത്. സർ, ഇമേജസ് ഒന്ന് കാണിക്കാം. ബയോമിമിക്രി. ഞാൻ ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു ഒരു പരീക്ഷണം നടക്കുന്നത് കലയും ശാസ്ത്രവും കലയും എന്താ പറയുക സംസ്കാരവും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഇൻ്റർഫേസ് നടക്കുന്നത് വാസ്തവത്തിൽ ആർക്കിടെക്ചറിൻ്റെ രീതിയിലും ഈവൻ ബയോ എഞ്ചിനീയറിംഗ്, ബയോ മെഡിസിൻ്റെ രീതിയിലാണ്. അപ്പോൾ ഞാൻ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ബയോ ഡിസൈൻ എങ്ങനെ ബയോ മിമിക്രി പ്രകൃതിയിലെ ജീവികളിൽ നിന്ന് നമ്മളെങ്ങനെ ഇത് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ 1-2 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇതൊരു മ്യൂസിയമാണ്. ആക്ച്വലി ഇറ്റ്സ് എ മ്യൂസിയം ഡിസൈൻഡ് ബൈ എ വെരി ഫേമസ് ആർക്കിടെക്ട് ബെർണാഡ് ഷൂമി. ബെർണാഡ് ഷൂമി എന്ന് പറഞ്ഞിട്ട് ഡീകൺസ്ട്രക്റ്റീവ് ആർക്കിടെക്ചർ ആദ്യമായിട്ട് തുടങ്ങി വെച്ച ആർക്കിടെക്റ്റിൽ ഒരാളാണ് ബെർണാഡ് ഷൂമി. ഫ്രഞ്ചുകാരനാണ്. ബെർണാഡ് ഷൂമി ഡെറിഡയൊക്കെ ആയിട്ടുള്ള ജാക്ക് ഡെറിഡയൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ തിയററ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന, കോൺസെപ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റാണ്. ഷൂമിയുടെ ഒരു ബയോ ഡിസൈനാണ്, ബയോ ആർക്കിടെക്ചറാണിത്.
മുകളിലൊരു തിക്ക് ഫോറസ്റ്റാണ് വിച്ച് ഗോസ് ഇൻ ടു ദി ബിൽഡിംഗ് വിച്ച് ഓൾസോ വർക്ക്സ് ആസ് എ മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ സ്പേസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ മോർഫോളജി മാറിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിൻ്റെ സ്പേസ് ആയിരിക്കില്ല ചിലപ്പോൾ നാളെ വരുമ്പോൾ സ്പേസ് ഉണ്ടാവുക. അതിങ്ങനെ യു ആർ നെഗോഷിയേറ്റിംഗ്, യു ആർ എക്സിബിറ്റിംഗ് സ്പേസ് വിത്ത് ദ ഗ്രോയിങ് നേച്ചർ ഓഫ് ദ വുഡ്സ് ഓർ ദ റൂട്ട്സ്. അതിൻ്റെ തന്നെ സ്ട്രക്ചർ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇതൊരു എക്സാമ്പിളാണ്. ഇതിപ്പോൾ നമുക്കൊക്കെ അറിയാം, കുരുവികൾ കൂട് കൂട്ടുന്ന ഒരു സിസ്റ്റമാണ്. കുരുവികൾ കൂട് കൂട്ടുന്നതാണ്. ഇതിൽ നിന്ന് എങ്ങനെ ആർക്കിടെക്ട്സ് വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരാം. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ഈസ് കമ്മിങ് ഔട്ട്. ഇതൊരു ചെറിയ ഡിസൈനാണ്. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈ കുരുവിക്കൂടിൽ നിന്നാണ്. അത് ബിൽഡിംഗ് ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ലൈക്ക് ദിസ്, ഒരു റിസോർട്ടിൻ്റെ ഇതാണ്. ദി എൻറ്റയർ തീം ഈസ് ഓൺ ദിസ് സ്പാരോ നെസ്റ്റ്. ഇത് ബീഹൈവാണ്, നമുക്കറിയാം. ബീഹൈവ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ആർക്കിടെക്ട്സ് ബീഹൈവ് തീമാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഇൻറ്റീരിയറാണ്, ഇത് വളരെ ഗാലറി സ്പേസ് ആണ്, അതിൻ്റെ ഇൻറ്റീരിയറാണ്. അപ്പോൾ ബീഹൈവ് നമ്മൾ പറയുമ്പോൾ വെറും ദേ ആർ നോട്ട് മിമിക്കിംഗ് ദി ഓവറോൾ ദി സർഫസ് ഡിസൈൻ ഓൺലി, ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് എ ബീഹൈവ്. അതിൻ്റെ ഇൻസൈഡ് എങ്ങനെ അവർ എയർ പാസേജ് കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ ഈച്ച് സെൽ ഈസ് ആക്ടിങ് ആസ് എ കൊക്കൂൺ ബട്ട് കോൺട്രിബ്യൂട്ട്സ് ടു ദി ടോട്ടാലിറ്റി ഓഫ് ഇറ്റ്. അത് മുഴുവൻ ഇതിലേക്ക് അവർ കോപ്പി ചെയ്യുന്നുണ്ട്. ദി എൻറ്റയർ ബയോളജിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദറ്റ് ബീഹൈവ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ് ബയോ ഡിസൈനിൽ, ബയോ ആർക്കിടെക്ചർ. ഇത് നമ്മൾ കാണുന്നത് എ ട്രീ ആൻഡ് എ ബിൽഡിംഗ്. ആ ബിൽഡിംഗ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ട്രീ ഹാസ് എ സ്പേസ് ടു പെർക്കുലേറ്റ് ഇൻ ടു ദ ബിൽഡിംഗ്. അപ്പോൾ ആ ട്രീ വളരുന്നതോടെ തന്നെ ബിൽഡിങ്ങിൻ്റെ, ഞാൻ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ മീനിങ് മാറി വരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കില്ല നാളെ വരുമ്പോൾ, കാരണം ട്രീ ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ഇത് നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഐഡിയ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷമാണ്, നമ്മുടെ 20 വർഷമാണ്, ഒരു പുരുഷായുസ്സമാണ് 20 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ തന്നെ ഒരു വീടിൻ്റെ മോർഫോളജി മൊത്തം മാറിപ്പോയി. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതൊരു 50 വർഷം, ഒരു 100 വർഷം നിൽക്കണം എന്നാണ് നമ്മൾ സങ്കല്പിക്കുക. ഒരു ബിൽഡിംഗ് ഗ്രോസ് ഡേ ബൈ ഡേ. അത് ആ ഒരു പ്രോസസ്സ് ഇവർ റിയലൈസ് ചെയ്യുന്നത് ഈ നേച്ചറിൽ നിന്നുള്ള തീംസ് എടുത്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ സമകാലീന സമൂഹവും കലയും പറയുമ്പോൾ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാപ്പനിങ് ഐഡിയലി ഇൻ ആർക്കിടെക്ചർ ബിക്കോസ് ഇറ്റ്സ് എ മോസ്റ്റ് പബ്ലിക് മീഡിയം ഓഫ് ആർട്ട്. നമ്മൾ ജനങ്ങൾ ആദ്യം സമ്മതിക്കുന്ന കലാരൂപം എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ്. അതിലാണ് ഈ വിപ്ലവങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് ഹൗ ട്രീ ഡിഫൈൻസ് എ ബിൽഡിംഗ്. ട്രീ ഗ്രോസ് ഇൻ ടു ദ ബിൽഡിംഗ് പ്രൊവൈഡ്സ് എ സ്പേസ്. അങ്ങനെ നിരവധി ശ്രമങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ദീസ് ആർ എ ഫ്യൂ ഓഫ് ദാറ്റ്. ഇത് സമൂഹമായിട്ടുള്ളൊരു എങ്ങനെ കല സംവദിക്കുന്നു. നമ്മളിപ്പോൾ ഒരു മിനിറ്റ് കൂടി എടുക്കാമല്ലോ അല്ലേ. ഈ സമകാലീന സമൂഹവും കലയും എന്ന് പറയുമ്പോൾ വി ടേക്ക് സോ മെനി തിങ്സ് ഫോർ ഗ്രാൻഡഡ്. കല എന്നുള്ള വാക്ക് വി ടേക്ക് ഫോർ ഗ്രാൻഡഡ്. എന്നിട്ടാണ് നമ്മൾ ഈ സമൂഹം ജഡ്ജ് ചെയ്യുന്നതും കലാകാരൻ ജഡ്ജ് ചെയ്യുന്നതുമെല്ലാം. അതേസമയത്ത് വെൻ യു പോസറ്റ് ദാറ്റ് വേർഡ് ആർട്ട് ഓർ കല, എന്താണ് കല, എന്താണ് വാട്ട് യു മീൻ ബൈ ആർട്ട് എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു കോൺസെപ്ച്വൽ ഇത് മുഴുവൻ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ സമൂഹം വാസ്തവത്തിൽ ചിലത് കലയാണ് എന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കലയാണ് എന്ന് അംഗീകരിക്കുകയും പിന്നെ ആ കലാകാരൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമൂഹം പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഇത് കലയല്ല എന്ന് പറയും. അപ്പോൾ എന്താണ് സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന കല എന്താണ്, പിന്നെ ആരാണ് സമൂഹം, സമകാലീന സമൂഹം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സമൂഹത്തിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ഗ്യാതറിംഗ് ഉണ്ട്, ഇതൊരു ചെറിയ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ സമൂഹം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇപ്പോൾ സാധാരണ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു നിങ്ങൾ പലരും അനുഭവിച്ചു കാണും, പെയിൻറ്റ് ചെയ്യുന്നവരൊക്കെ. ആൾക്കാർ ഒന്ന് കാണുന്നു, എന്നിട്ട് പറയുന്നു ഞങ്ങൾക്കിത് മനസ്സിലാവുന്നില്ല, ഇത് കലയല്ല, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. അല്ല, ആദ്യം പറയുന്നതാണ് ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയും.
നമ്മൾ ചോദിക്കുകയാണ്, താങ്കൾക്ക് മനസ്സിലായോ? അല്ല, എനിക്ക് മനസ്സിലായി, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ സാധാരണ ജനമല്ല. താങ്കൾക്ക് മനസ്സിലായല്ലോ, ഓക്കെ ഓക്കെ, പ്രോബ്ലം ഈസ് ഓവർ, ഈസ് സംബഡി എൽസസ് പ്രോബ്ലം. ഞാൻ ഈ പനമ്പള്ളിയുടെ ഒരു പഴയ കഥയാണ് ഓർക്കുന്നത്. പനമ്പള്ളി രാഘവൻ നമ്മുടെ മിനിസ്റ്ററൊക്കെ ആയിരുന്ന ആൾ, അദ്ദേഹം വലിയൊരു കുംഭകോണത്തിലൊക്കെ പെട്ടുപോയി, വലിയൊരു സ്കാൻഡലൊക്കെ ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരിക്കൽ ചാലക്കുടി വന്ന് ഇറങ്ങിയപ്പോൾ, കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ വിളിച്ചു, കുംഭകോണം കള്ളൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തെ ഷൗട്ട് ചെയ്ത് വിളിക്കുകയാണ്. പോലീസൊക്കെ ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു, വിട്, അദ്ദേഹം ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അയാൾ അടുത്ത് വരാൻ പറഞ്ഞു, ഞാൻ എത്ര കോടി കട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ എന്തോ കണക്ക് പറഞ്ഞു, എത്രയോ ലക്ഷം പറഞ്ഞു. ഓക്കെ, കേരളത്തിൽ എത്ര ജനസംഖ്യയുണ്ട് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും ജനസംഖ്യയിൽ ഞാൻ ഇത്രയും എമൗണ്ട് കട്ടിട്ടുണ്ട്, അപ്പോൾ ഒരാളുടെ ഷെയർ എത്രയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ മേ ബി 15 രൂപ എങ്ങാണ്ട് പറഞ്ഞു. പനമ്പള്ളി പോക്കറ്റിൽ നിന്ന് 15 രൂപ എടുത്തിട്ട് പറഞ്ഞു, യുവർ പ്രോബ്ലം ഈസ് ഓവർ, യുവർ പ്രോബ്ലം ഈസ് ഓവർ. ഓക്കെ. അപ്പോൾ നമ്മൾ സമകാലീന സമൂഹം പറയുമ്പോൾ ആരാണ് ഈ സമൂഹം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുക ഒരു പ്രത്യേക എന്താ പറയുക, സാംസ്കാരിക സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും എല്ലാം ഷെയർ ചെയ്യുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ഇക്കോസിസ്റ്റം, അതിനെ നമ്മൾ സമൂഹമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കലയും സമകാലീന സമൂഹം എന്നുള്ള ചർച്ചയിൽ നമുക്ക് കാര്യമായ എന്തെങ്കിലും എന്താ പറയുക, പുതിയ ചിന്താസരണികൾ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എന്താണ് കല, എന്താണ് സമൂഹം, എന്നിട്ട് എങ്ങനെ ഇത് രണ്ടും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. ഓക്കെ. ആക്ച്വലി എന്ത് കാര്യവും എന്തെങ്കിലുമൊക്കെ പഠിച്ചത് തന്നെ മനസ്സിലാവുള്ളൂ. അതിൻ്റെ കല മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ വളരെ നോർമലായിട്ടുള്ള ആൾക്കാരാണ്, പക്ഷെ ഒരു അബ്നോർമലായിട്ടുള്ളൊരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കാരണമാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. അല്ലാണ്ട് വേറെ പ്രത്യേക കഴിവുണ്ടായിരുന്നല്ല. ആ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ സൂ എന്ന് നമ്മൾ പറയില്ല, സൂ, കാഴ്ചബംഗ്ലാവ്, ഈ സൂ ശരിക്കും സുവോളജിക്കൽ ഗാർഡൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് സൂ. അതേപോലെ ആർട്ടിക്കുലേഷൻ്റെ ഷോർട്ട് ഫോമാണ് ആർട്ട്. നല്ല രീതിയിൽ മനസ്സിലാക്കി ഉള്ള താല്പര്യം കൊണ്ടായിരിക്കും ആദ്യം തുടങ്ങുക. ആദ്യം കളറും അതൊക്കെ കണ്ടിട്ടായിരിക്കും വരിക. പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടി ഒരു കളർ എങ്ങനെയാണ്, ഒരു കളർ വെച്ചിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, ഒരു ഷേപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കമ്പോസ് ചെയ്യുക, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ്, ലൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ്, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ ഒരു സിമ്പിൾ കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു അലിഗറി, ഇങ്ങനെയൊക്കെ ആണ് നമ്മളത് വേറൊരു ലെവലിലേക്ക് നമ്മുടെ ആസ്വാദനശേഷി വർദ്ധിപ്പിച്ച് അങ്ങനെയാണ് ഈ ആർട്ടിക്കുലേഷൻ്റെ ഷോർട്ട് ഫോം ആവുന്നത് ആർട്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇറ്റ്സ് വെരി പേഴ്സണൽ. വളരെ സരസമായിട്ട് നമ്മുടെ രണ്ട് സീനിയർ ആർട്ടിസ്റ്റ് അവരുടെ ബയോഗ്രഫിക്കൽ ഡയമെൻഷൻസ് പറഞ്ഞ്, അതേപോലെ തന്നെ വളരെ താത്വികമായിട്ടുള്ള കാര്യങ്ങളും വളരെ സരസമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ ആർട്ടിസ്റ്റിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? Vivek Roda, could you please tell us more about the Kathakali Last Supper? Actually, there's a small story behind it. Yes, please, that's what. That is the idea. We need the story. See, there was that's my problem. Like, I talk in parables. Anyway. Actually, I'd seen this film by Mohsen Makhmalbaf called Gabe. Makhmalbaf is one of my biggest heroes. And he makes amazing films. Like, to make, for an Iranian film director to make a film, like, first of all it has to go through the Iranian census board, and then you have to produce a film. Like, it's very difficult, and they produce outstanding cinema. When I saw Gabe, I thought, like, Gabe was bullshit. Like, I immediately said, like, so I was talking to a friend. Oh, Makhmalbaf, like, he let us down. He said, എന്തുപറ്റി? അപ്പോൾ I said, ഈ കാർപ്പറ്റിനെ പറ്റിയിട്ടുള്ളൊരു സിനിമ, ഒരു ഇറാനിയൻ സിനിമ, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് മഖ്മൽബാഫ് പോയി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇത്രയും ക്ലീഷയായിട്ട്. അപ്പോൾ he said, അയ്യോ വിവേക്, അത് ഏറ്റവും ഭയങ്കര ക്ലീഷയാണ്. അത് he has done it
to such a level that nobody can kill it anymore. No? Like he has taken it to made it contemporary. അപ്പം ഞാൻ ആലോചിച്ചു ലൈക്ക് നമ്മുടെ നാട്ടിൽ ഇത് അപ്പോൾ ഈ കഥകളി എന്നൊരു കണ്ടംപററി ആർട്ടിസ്റ്റ് കൈ വിറയ്ക്കും, അതൊന്നും തൊടില്ല. കൈ വിറയ്ക്കല്ല, അതൊരു തരം അവർക്ക് എന്തോ ഒരു പുഴുവിനൊക്കെ മേത്തിട്ട പോലെയാണ്. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ല, അവർക്ക് എൻജോയ് അല്ല, അത് അവർക്ക് അതിൻ്റെ ഇമേജൊന്നും ആരും യൂസ് ചെയ്യില്ല. കണ്ടംപററി ആർട്ടിനെയാണ് കട്ടിങ് എഡ്ജ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കഥകളി ഈസ് നൈറ്റ് ടൈം ആക്ടിവിറ്റി. ഇപ്പോൾ വി ഹാവ് സോ മെനി അതർ നൈറ്റ് ടൈം ആക്ടിവിറ്റീസ് വിച്ച് കമ്പീറ്റിംഗ്. അപ്പോൾ അത് കുറച്ച് ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലൈക്ക് ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്റ്റ് ഇസ് അനൗൺസിങ് ദാറ്റ് വൺ ഓഫ് യു ഇസ് ഗോയിങ് ടു ബിട്രേ മീ. അപ്പോൾ ഈ കഥകളിക്കാർ ഇങ്ങനെ ഒരു ലാസ്റ്റ് സപ്പർ പോലെ ഇരിക്കുമ്പോൾ they are posing a question like maybe they are being betrayed because of that or that culture is being betrayed. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ചിലർക്ക് പ്രശ്നം ഉണ്ടാവും. എന്നാലും യേശു എന്താണ് കറുത്ത താടി, യേശു വാസ് യങ്, ഞാൻ എൻ്റെ പ്രായമാണോ ലൈക്ക് അത് കാരണം അല്ല. പക്ഷെ കറുത്ത താടിക്ക് വേറെ അർത്ഥമല്ലേ? അതെ, പക്ഷേ ഹി വാസ് ദ മോസ്റ്റ് മാഗ്നാനിമസ് ആൻഡ് അമേസിങ് പേഴ്സണാലിറ്റി ഇൻ ദാറ്റ് ഈ കഥകളിയിൽ. ലൈക്ക് വേറെ ആരെ വെച്ച് ഞാൻ ആദ്യം ശ്രീകൃഷ്ണനെ വെച്ചത്. ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കറുത്ത താടിയുടെ അടുത്ത് വരുന്നില്ല. അത് കാരണം ഐ ഹാഡ് ടു യൂസ് മൈ വാട്ട് എവർ ഫ്രീഡം ഐ ഹാവ്. യാ, ഓക്കെ. പാനലിസ്റ്റിനോട് താങ്ക് യു, വണ്ടർഫുൾ ഡിസ്കഷൻ. എനിക്ക് ജയറാം സാറോട് ഒരു പോയിന്റുമേ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കണമായിരുന്നു, ബട്ട് ഇറ്റ്സ് ഫോർ ബോത്ത് ഓഫ് യു. സാറ് പറഞ്ഞത് പെയിൻറ്റ് ചെയ്യുമ്പോൾ വെനെവർ യു ഡു എനി വർക്ക് ഓഫ് ആർട്ട് അതൊരു ഇവോൾവിങ് ഡയലോഗാണ് വിത്ത് ദ മീഡിയം. അതായത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ജേർണിയാണത്, അതാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ആർട്ടിസ്റ്റ് ഉണ്ടാവും, ദ മൈറ്റ് ബി അതർ കോണ്ടംപററീസ് ഓഫ് യോഴ്സ് ഹും യു റെസ്പെക്ട്. അവരുടെ ഒപ്പീനിയൻ ഹൗ ഡസ് ഇറ്റ് എഫക്റ്റ് യു? അവർ പ്രേസ് ചെയ്യുന്നു നിങ്ങളുടെ വർക്ക്, or if there are criticisms about your work, if art critics, if they criticize your work, how do you deal with it? നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് on the opinion about your work? നല്ലൊരു ക്വസ്റ്റ്യനാണിത്. അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഈ മറ്റുള്ളവരുടെ ഇപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സായിട്ട് കരുതുന്ന നമ്മളുടെ ഗുരുക്കന്മാരായിട്ട് കരുതുന്ന ആൾക്കാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു നമ്മളൊരു സൃഷ്ടിക്ക് ശേഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഐ ആം ഓവർലോഡഡ് വിത്ത് ദെയർ ഡയറക്ഷൻസ് ആൻഡ് ദെയർ ഗൈഡ് ലൈൻസ് ആൻഡ് ഓൾ, ഞാൻ ഒരിക്കലും ഐ വിൽ നോട്ട് ബി ട്രൂ ടു മൈസെൽഫ്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പെയിൻറ്റ് ചെയ്യുന്നു. പെയിൻറ്റ് ചെയ്ത് കാണുന്നതെന്ന് പറയുന്നത് വേറൊരു ഡൊമൈനിലാണ് അത് നടക്കുക. ആ ഒരു സംഭവം എന്ന് പറയുന്നത് വേറൊരു ഡൊമൈനിലാണ്. അത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വർക്കൊരു പബ്ലിക് ഡൊമൈനിലേക്ക് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് പബ്ലിക് പ്രോപ്പർട്ടി ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് ഒരാൾ ആ വർക്കിനെ കുറിച്ച് ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഐ ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് മീ ഇൻ നെക്സ്റ്റ് വർക്ക്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഇന്ന പോലെ പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ട് പെയിൻറ്റ് ചെയ്യിക്കാൻ പറ്റില്ല. പെയിൻറ്റ് ചെയ്തതിന് ശേഷം യു ക്യാൻ ഇവാലുവേറ്റ് ദാറ്റ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ കലാപീഠത്തിൽ വാസ്തവത്തിൽ ഞാൻ കലാകാരനെയൊക്കെ ബഹുമാനിക്കുന്ന, ഇപ്പോൾ ഞങ്ങളൊക്കെ കലാപീഠത്തിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇഷ്ടം തോന്നിയ പോലെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ 8 വയസ്സായ പ്രായമുള്ള കുട്ടികളൊക്കെ വന്നിട്ട് വർക്ക് ചെയ്യും. നമ്മളവരെ ഫ്രീ ആയിട്ട് വിടും, ഒന്നും പറഞ്ഞു കൊടുക്കില്ല, അവർ ഫ്രീ ആയിട്ട് വിടും. അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ, അല്ലെങ്കിൽ കളർ വേണേൽ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. അപ്പോൾ ദേ ആർ ലേണിംഗ് ത്രൂ ദെയർ മിസ്റ്റേക്സ് ഓർ മേ ബി ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് വാസ്തവത്തിൽ നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോഴൊക്കെ സംഭവിക്കുക, കല ചെയ്യാനിരിക്കുമ്പോൾ സംഭവിക്കുക. പിന്നെ സ്വാധീനങ്ങൾ ഉണ്ടാവാം. ഇപ്പം നമ്മൾ കണ്ട വർക്കുകളും നമ്മൾ സംസാരിച്ച ആൾക്കാരും നമ്മൾ വായിച്ച പുസ്തകങ്ങളൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വർക്കിനെ സ്വാധീനിക്കാൻ പറ്റും. ആ സ്വാധീനം അവിടെ ഉണ്ടാവും, നമുക്ക് ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു എന്താ പറയുക, ഒരു ഇൻഹിബിറ്റിംഗ് പ്രാക്ടീസായിട്ട് വരുമ്പോഴാണ് നമ്മളുടെ കലയിൽ ഒരു ഓണസ്റ്റി ഇല്ലാതിരിക്കുക. ഓക്കെ. സുരേന്ദ്രൻ അവിടെ ഇവിടെ സുരേന്ദ്രൻ്റെ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കഷൻസ് തുടങ്ങുന്നത്. മഹാത്മാ ലൈബ്രറി നമ്മളവിടെ എക്സിബിഷനൊക്കെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി
ഫൈൻ ആർട്സിൽ പഠിക്കുന്ന കാലം മുതൽ മൂത്തത് മാഷ് തങ്കമ്മ ടീച്ചറൊക്കെ പഠിക്കുന്നത് അത് കണ്ടു വളർന്ന ഒരാളാണ്. ക്ലാസ്സിൽ നിന്ന് വരയ്ക്കുകയും ചെയ്യും. പിന്നെ ഞാൻ സത്യവാല് സാറ് ലൈബ്രറിയിലോ നമ്മളെ ലാറ്റിൻ അമേരിക്കൻ സ്ലൈഡൊക്കെ കാണിച്ചതൊക്കെ അത് കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഇവിടുത്തെ സംഘാടകരെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് ഇതിനോടുള്ള കലയോടും സാഹിത്യത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രം ഞാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യത്തിലുണ്ട്, കലയിലുണ്ട്, പക്ഷെ ചിത്രകലയിൽ ചിത്രകാരന്മാരാണ് ഏറ്റവും കൂടുതൽ ഹറാസ് ചെയ്യപ്പെടുന്നവരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഒരു ചിത്രം വരച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാലും വല്ല ചോദ്യങ്ങൾ അവന് മനസ്സിലായില്ല. ചിത്രകലയ്ക്കൊരു ഭാഷയുണ്ടല്ലോ, ഈ ഭാഷയുടെ ഒരു സാക്ഷരതയുടെ പ്രശ്നമാണത്. പക്ഷെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. കളറിൻ്റെ ഇത് എൻ്റെ ഒരു അനുഭവമാണത്. ഈ നമ്മൾ എയുടെ കാര്യം പറഞ്ഞു, ഞാനൊരു ചിത്രം വരച്ചിട്ട് എയ്ക്ക് ഇട്ട് എടുത്ത് പോയി കുറേ ഹൈലൈറ്റ് പറയും. ഞാൻ വരയ്ക്കാത്ത സാധനങ്ങൾ വരെ അതിനകത്ത് പറയണം അവർ. ഞാനിത് എൻ്റെ മനസ്സിൽ പോലും ഉദ്ദേശിച്ചില്ല. ചിത്രശലഭത്തെ വരച്ചപ്പോൾ അവർ അതിനെ ആപ്പിൾ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ചോദിച്ചതാണ്. നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുള്ളത്? ഞാനൊക്കെ നമ്മൾ ഇവിടെയൊക്കെ ഒരുപാട് എക്സിബിഷനിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവരാണ്, പോകാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു 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 മനപ്രയാസം, ഇങ്ങനെ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ആളുകളെ ഇങ്ങനെ കൊല്ലുക. ഒരുത്തരെ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വെച്ചിട്ട് ഇതെത്തിട്ട് കുത്താടാ എന്നു ചോദിച്ചിട്ട് എനിക്ക് പോസ്റ്റ് ഇട്ടിരിക്കുക. പക്ഷെ ഇത് നമ്മുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ഇത് വരയ്ക്കുന്നത്. ഈ ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് വരയ്ക്കുകയാണെങ്കിൽ പോയിട്ട് ഒരു ഫോട്ടോഗ്രാഫി എടുത്താൽ പോരെ. എക്സാക്ട്ലി. അപ്പം എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ ഇതിന് സുരേന്ദ്രൻ പറഞ്ഞാൽ ഇതിനൊരു ഭാഷയുണ്ട്. ഇപ്പോൾ വിവേകം പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ആ ഭാഷ പഠിച്ചെടുക്കാൻ, അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാരെ ഭാഷ പഠിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ പിക്കാസോയുടെ ഒരു പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഞാൻ ഓർക്കുന്നത്. പിക്കാസോൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല, ക്യൂബിസം ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരോട് പിക്കാസോ പറയുന്നത്, എനിക്ക് ഗ്രീക്ക് അറിയില്ല, ഗ്രീക്ക് എനിക്കറിയില്ല, ഗ്രീക്ക് ഭാഷ അസംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ കഥകളിക്കൊരു ഭാഷയുണ്ട്. കഥകളിയെ ഭാഷ മനസ്സിലാക്കുന്നവർക്ക് അത് കുറേം കൂടി ഡീപ്പറായിട്ട് അതിനകത്ത് ആസ്വദിക്കാൻ പറ്റും. അല്ലാത്തവർക്ക് വിഷ്വലായിട്ടുള്ള സർഫസ് ലെവലിൽ ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ പല തലങ്ങളിലുള്ള ആസ്വാദനം നടക്കും. ഇപ്പം ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ പലപ്പോഴും ഒരു ചിത്രം കണ്ടിട്ട്, ഒരു അമൂർത്ത ചിത്രം കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ, കൊച്ചുകുട്ടികൾ, ഒരു 3 വയസ്സായ ഒരു കുട്ടിയൊക്കെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ദ ചൈൽഡ് ഹസ് അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. കാരണം ആ കുട്ടി ആ ഒരു ഏകദേശം പ്രായം വരെ അവർക്ക് യാതൊരു വിഷ്വൽ ഇൻഹിബിഷൻ ഇല്ല. നമ്മളുടെ ഒരു കാഴ്ചയുടെ ഒരു ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പെർസ്പെക്റ്റീവിൻ്റെ ഇൻഹിബിഷനാണ്. ഈ പെർസ്പെക്റ്റീവിൻ്റെ ഇൻഹിബിഷൻ നമ്മളെ എന്താ പറയുക, മിസ്ലീഡ് ചെയ്തിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ്, സെൻസ് ഓഫ് റിയാലിറ്റിയിൽ നിന്നാണ് നമ്മളെ കലയെ മുഴുവൻ നമ്മൾ ജഡ്ജ് ചെയ്യുക. ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം, കുഴപ്പമില്ല? ആണോ? ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, ഇത് ഒരു കൊച്ചുകുട്ടി വരച്ചാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സൂര്യനാണ്. കുട്ടിയും സൂര്യൻ എന്നുള്ള രീതിയിൽ വരച്ചതാണ്. നമ്മൾ ലോകത്തിൽ എവിടെ ചെന്നിട്ട് ഇത് കാണിച്ചാലും സൂര്യനാന്ന് പറയും. ആരെങ്കിലും എന്നെങ്കിലും ഇങ്ങനൊരു സൂര്യനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആര് പറഞ്ഞു ഇത് സൂര്യനാണെന്ന്? ഇതാണ് പ്രശ്നം. സമൂഹം നമ്മളെ ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സാധനം കൂടെ ഞാൻ കാണിക്കാം. ജോണെ, വിത്ത് യുവർ പെർമിഷൻ. ഇത് ഞാൻ വലുതാക്കുന്നില്ല, നിങ്ങൾക്ക് കാണാം. ഇതെന്താണ്? ഒരു റെയിൽവേ ട്രാക്കാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ റെയിൽവേ ട്രാക്കിനെ കാണാമെന്ന് വിചാരിക്കുക, മുമ്പിലൊന്നും ഇല്ലെങ്കിൽ. ആക്ച്വലി നമ്മളത് എങ്ങനെയാണ് കാണുന്നത്? ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈ റെയിൽവേ ട്രാക്ക് സമാന്തര രേഖകൾ ഇങ്ങനെ പോയി ദൂരെ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടുന്നു. നമുക്കറിയാം സമാന്തര രേഖകൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. നമ്മുടെ കണ്ണ് പറയുന്നു സമാന്തര രേഖകൾ കൂട്ടിമുട്ടുന്നു. എങ്ങനെ കണ്ണിനെ വിശ്വസിക്കും? കാഴ്ച എങ്ങനെ വിശ്വസിക്കും? ഇതാണ് പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം. ഇതാണ് നമ്മളൊരു ആപ്പിൾ എടുത്തിട്ട് പറയുന്ന ആപ്പിൾ റെഡാണെന്ന് പറയുന്നു. കളർ തിയറി പ്രകാരം ആപ്പിൾ റെഡാവുന്നത് ആപ്പിൾ റെഡ് വേണ്ടാത്തതുകൊണ്ടാണ്. ആപ്പിൾ റെഡിനെ റിജക്റ്റ് ചെയ്യും, മറ്റ് കളേഴ്സിനെയൊക്കെ ആപ്പിൾ അബ്സോർബ് ചെയ്യും.
റെഡിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് റെഡ് വേണ്ടാന്ന് പറയും. റെഡ് ആപ്പിളിൻ്റെ പുറത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും. നമ്മൾ കാണുമ്പോൾ ആപ്പിൾ റെഡാണെന്ന് പറയും, ആപ്പിൾ പറയുന്നത് എനിക്ക് റെഡ് വേണ്ട. അപ്പോൾ എവിടെയാണ് യാഥാർത്ഥ്യം, എവിടെയാണ് സത്യം, എന്താണ് കലാകാരൻ ചെയ്യുന്നത്? താങ്ക് യു സർ. പ്രൊഫസർ സി എസ് ജയറാമും വിവേക് വിലാസിനിയും മഹാദേവൻസ് ക്വസ്റ്റ്യൻ. ഹായ് മഹാ. ഈ ഒരിക്കലൊരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് ചെയ്യല്ല, തലവലപ്പറമ്പിലൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് മാറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ നെയ്ബറിൻ്റെ വീട് അയാൾ പിങ്ക് കളർ അടിച്ചു. അത് കുറച്ച് ഏർലി 90s 90 അല്ല 2000, 99, 2000 ആ സമയത്ത്. എനിക്ക് ഭയങ്കര വിഷമമായി. ലൈക്ക് ഇയാളിത് എന്താ ചെയ്തത്? ലൈക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇത് എന്താ വിചാരിക്കുക? അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ വട്ടു പിടിച്ചല്ലേ? അപ്പോൾ ദിസ് വാസ് വറിയിങ് മീ ലൈക്ക് ക്രേസി. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഇതെന്താ എന്നെ ഇത്രയധികം വിഷമമുണ്ടാക്കണം? ഞാനെന്താ വല്ല കളർ പോലീസോ മറ്റാണോ? ലൈക്ക് പിന്നെ ആലോചിച്ചപ്പോഴാണ് ലൈക്ക് ഈ ഒരു മെക്സിക്കൻ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, വാട്ട്സ് ഹിസ് നെയിം? അല്ല, ഗോഡിയല്ല, മെക്സിക്കൻ, ബ്രുഗ്മാൻ, ലൈക്ക് അല്ലല്ലോ, സംതിങ് ബ്രുഗ്മാൻ, പെട്ടെന്ന് കിട്ടുന്നില്ല, അത് വരും. അപ്പം അയാൾ വളരെ ഇങ്ങനെ പിങ്കും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വല്ല വൈറ്റോ അല്ലെങ്കിൽ പേർപ്പിൾ അങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്യും. ആൻഡ് അതിൻ്റെ ഇടയിൽ ഈ അവർ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ചില ചെടികളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് പിന്നീടാണ് വന്നത്. പൂക്കളില്ലാത്ത കളർഫുൾ ആയിട്ടുള്ള ഈ ക്രോട്ടൺ ഇല്ലേ, അതൊക്കെ ഈ മാർക്സ് ബെർലി എന്ന് പറഞ്ഞിട്ടൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ വലിയ ഇലയുള്ളത്, ലൈക്ക് ഈ നമ്മുടെ വലിയ മണി പ്ലാന്റും ഒക്കെ ഉണ്ടല്ലേ, അങ്ങനത്തെയൊക്കെ ചെടികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എക്സ്ട്രീംലി കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്സൊക്കെയാണ് അയാൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഈ നമ്മുടെ നാട്ടിലത്തെ സാധാരണക്കാർ ലൈക്ക് ഈ ഇങ്ങനെ വീട് പെയിൻ്റ് അടിക്കാൻ ഒരു ആർട്ടിസ്റ്റും കൈ വിറയ്ക്കും. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആർട്ടിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞത് എപ്പോഴും പൊട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ആർട്ടിസ്റ്റ്. അത് നമ്മുടെ സാധാരണ ജനങ്ങൾ ചെയ്യുന്നുണ്ട്. അതും പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ഫ്രെയിം ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ വീടുകളൊക്കെ കേരളത്തിൽ മൊത്തം, അപ്പോൾ ആരോ പറഞ്ഞു എന്നോട് ലൈക്ക് ചാവക്കാട് ചെന്നാൽ മതി, അവിടെ കുറേ വീടുകളുണ്ടാവും. ചാവക്കാട് ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പള്ളിയുടെ ഭണ്ഡാരം മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കൂടുതലും പാലക്കാട്, കോട്ടയം, പയ്യന്നൂർ ഭാഗത്തു നിന്നാണ് എനിക്ക് കൂടുതലും കിട്ടിയത്. അപ്പോൾ ഞാനൊരു 33 ചിത്രങ്ങൾ, ഈ കളർഫുള്ളായിട്ടുള്ള വീടുകൾ, ഒരു ഹൗസിങ് ഡ്രീംസ് എന്നാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഒരു ഫ്രണ്ട്, വളരെയധികം ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫസർ ഉണ്ട് ഡൽഹി തിരുവനന്തപുരം കോളേജിൽ. ആൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞാ, ഇത് ആർട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു, ഇത് നിൻ്റെ തോന്നിയാസം എന്ന് പറഞ്ഞു. ലൈക്ക് അപ്പം ഞാൻ പറഞ്ഞത് ഇത് ആർട്ടാണ് പ്രശ്നം, നിങ്ങളൊന്നും ധൈര്യപ്പെടില്ല. അപ്പോൾ ആൾ പറഞ്ഞേ, ഇത് ഈ ചില കമ്പനീസ് ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് ചെയ്യണതാണ്, അല്ലാണ്ട് അവരൊന്നും ആരും സ്വന്തമായിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാടാ, എൻ്റെ വീട് ഞാൻ നാട്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ അമ്മ അത് ബ്ലൂ ആക്കി പെയിൻ്റ് അടിച്ചു. അപ്പോൾ അവനും ഭയങ്കര ചമ്മൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ചമ്മിയിട്ട് കാര്യമില്ല, ഇത് കോമൺ മാൻ ഇസ് സെലിബ്രേറ്റിംഗ് കളർ. കേരളത്തിൽ കളർ ഇല്ലാത്തൊരു ഇതായിരുന്നു. നമ്മുടെ ഫെസ്റ്റിവൽസ് അൾട്രാ കളർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇപ്പോഴാണ് നമുക്ക് കുറച്ച് കളറൊക്കെ വന്നത്. അല്ലെങ്കിൽ ഒരു പുളിയിലക്കറി എന്തോ അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോ ഇത്. ഇപ്പോൾ വീടുകൾ പെയിൻ്റ് അടിക്കുമ്പോൾ വെള്ളം ആണ് അവർ നോക്കണത്. അപ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് ഒരു യെല്ലോയിഷ് ടിൻറ്റ് കിട്ടാൻ വേണ്ടി കാവി ആഡ് ചെയ്യും. അല്ലെങ്കിൽ കറക്റ്റ് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നീരിടും. അത് ചിലപ്പോൾ മിക്കവാറും കൂടിപ്പോയിട്ടൊരു ഇളനീരേ വരിക. അപ്പോൾ ഇങ്ങനെ ഒരു 3 കളറേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നാണ് ഈ കളർ ഉപയോഗിക്കാനുള്ള ഒരു പ്രത്യേക ഫ്രീഡം കിട്ടുന്ന ആൾക്കാർക്ക്. അങ്ങനെ ആൾക്കാർ ഇപ്പം അത് ഒന്ന് എന്താ പറയുക, ഒരു സമയത്ത് മലയാളി അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം അത് കുറവാണ്. ഇപ്പം ആ വീടുകളൊക്കെ പലതും ഗ്രേയും വൈറ്റൊക്കെയാണ്. പക്ഷെ അങ്ങനെ അപ്പം ഇത് കുറേ നല്ല മ്യൂസിയങ്ങളിലും അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ പറ്റി.
അങ്ങനെ ലൂയി വിറ്റോണും ഹെർമിസും ഈ രണ്ട് വലിയ ഫാഷൻ ഹൗസസ് ഇത് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, എടാ സോറി, ഇത് അവർക്ക് മനസ്സിലാവും, നിൽക്കണത് മനസ്സിലാവത്ത്, ഇത് കലയാണ്, ഇത് നമ്മുടെ ആൾക്കാർ ചെയ്യാൻ വിറയ്ക്കണൊരു കലയാണ്. ആരും ആർട്ടിസ്റ്റുകൾക്ക് പറ്റില്ല അത്, അങ്ങനത്തെ കളർ ഉപയോഗിക്കാനൊന്നും. അത് ആർട്ടിസ്റ്റിന് ഒരു പ്രത്യേക പാലറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കോമൺ മാൻ ഇത്രയും ക്രിയേറ്റീവ് ആകുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫി അത് ഫ്രെയിം ചെയ്താൽ മാത്രം മതി. അതാണ് ഞാൻ ചെയ്തത്. അല്ല, അപ്പോൾ ക്രിറ്റിസിസം ഉണ്ട്, മറുപടി ഉണ്ട്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. സാധാരണ മനുഷ്യനെന്ന് നമ്മൾ വിളിക്കുന്നവരുടെ ഒരു എവറിഡേ ഡിസിഷൻസ്, എവറിഡേ കൾച്ചറൽ പ്രാക്ടീസസ് ഹൈ ആർട്ടായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളൊരു ഇൻസൈറ്റ്. അപ്പോൾ പ്രൊഫസർ സി എസ് ജയറാമും വിവേക് വിലാസിനിയും വളരെ സരസമായിട്ട് അവരുടെ ബയോഗ്രഫിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങി ഹൈ ഫിലോസഫി വരെ വളരെ സരസമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. സോ പ്ലീസ് ജോയിൻ മീ ഇൻ താങ്കിങ് പ്രൊഫസർ സി എസ് ജയറാം ആൻഡ് വിവേക് വിലാസിനി. താങ്ക് യു.